everyone, welcome to Vedantu Malayalam channel. ഞാൻ അഞ്ജന, your biology teacher. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്രിസ്മസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാമിനേഷനിൽ, അതായത് 2022 എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. സോ ദാറ്റ് നമുക്ക് ഈ വർഷം എങ്ങനെയായിരിക്കും വരുന്നുള്ളത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയാതെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ട് പോവാം. യെസ്, ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? സോ ഫസ്റ്റ് ക്വസ്റ്റ്യനെക്കാളും മുന്നേ ആദ്യം നമുക്ക് പറയാനുള്ളത്, ടോട്ടൽ ആയിട്ട് 60 മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതിൽ 30 മാർക്സിന് ബോട്ടണിയും 30 മാർക്സിന് സുവോളജിയും ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബോട്ടണി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, ബോട്ടണിയിൽ 30 മാർക്കിനുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷമാണ് സുവോളജിയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ബോട്ടണിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. Exine of pollen grain is made up of. Okay, so exine എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്ന പോളൻ ഗ്രെയിൻസിൽ? ലാസ്റ്റ് മെംബ്രെയിൻ അല്ലെ, ലാസ്റ്റ് മെംബ്രെയിൻ ആണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പെക്റ്റിൻ ആണോ, സെല്ലുലോസ് ആണോ, സ്പോറോപോലനിൻ ആണോ, കൈറ്റിൻ ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സി, നമുക്ക് ഒരു സെല്ലിനകത്ത് അതായത് ഒരു മെയിൽ ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ. ഈ മെയിൽ ഗെമറ്റോഫൈറ്റിൽ 2 സെല്ലാണ് കാണാൻ പറ്റുക. ഒന്ന് വെജിറ്റേറ്റീവ് സെൽ കുറച്ചുകൂടെ വലിയ സെല്ലാണ്, ആൻഡ് ജനറേറ്റീവ് സെൽ ചെറിയ സെല്ലാണ് അല്ലെ. സോ ഈ 2 സെല്ലിനും പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. അതുകൂടാതെ ഒരു ഇന്റൈൻ എന്ന് പറയുന്ന ഒരു ലെയറും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇന്റൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ഓക്കെ, ഇന്റൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആണ്. അതിന്റെ മുകളിലായിട്ട് ഒരു ഇൻകംപ്ലീറ്റ് ലെയർ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഈ ഒരു ഇൻകംപ്ലീറ്റ് ലെയറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എക്സൈൻ എന്ന് വിളിക്കും. ഓക്കെ, സോ എക്സൈൻ, ദിസ് ഈസ് എക്സൈൻ, ഇൻകംപ്ലീറ്റ് ആണ്. ഇതിന്റെ നടുവിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ജേം പോറിനെ കാണാൻ പറ്റും. ഓക്കെ, സോ എക്സൈൻ ഇല്ലാത്ത ആ ഒരു ഭാഗത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ജേം പോർ എന്ന് വിളിക്കും. ഓക്കെ, ഈ എക്സൈന് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വളരെ ഹാർഡ് ആയിട്ടുള്ള ആൽക്കലിയോ അല്ലെങ്കിൽ ഒരു ആസിഡോ എന്തിട്ടുണ്ടെങ്കിലും ഈ ഒരു എക്സൈൻ ഒന്നും സംഭവിക്കില്ല. അത്രയും ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സ്പോറോപോലനിൻ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് സ്പോറോപോലനിൻ. യെസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തെർമോസ്റ്റേബിൾ DNA polymerase enzyme, അതായത് ടാക് പോളിമറേസ്, ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദി ബാക്ടീരിയ. സോ ഏത് ബാക്ടീരിയയിൽ നിന്നുമാണ് ടാക് പോളിമറേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്? സി, നമ്മൾ PCR എന്ന് പറയുന്ന ടെക്നിക്ക്, അതായത് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എൻസൈം. സോ എന്തുകൊണ്ടാണ് ഹ്യൂമന്റെ ഒരു DNA പോളിമറേസ് എൻസൈം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓർഗാനിസമിന്റെ DNA പോളിമറേസ് എൻസൈമിന് എന്തുകൊണ്ടാണ് യൂസ് ആക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് ആൾമോസ്റ്റ് ഒരു 92 to 94 ഡിഗ്രി സെൽഷ്യസ്, അത്രയും കൂടുതൽ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ഒരു കുഞ്ഞു പീസ് DNA നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബില്യൺ കോപ്പീസ് ഓഫ് അതേ സെയിം DNA നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ PCR ടെക്നിക്ക് കൊണ്ട്. അപ്പൊ നമ്മൾ അതിന് 92 to 94 ഡിഗ്രി വരെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഹീറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, സോ ഇതുപോലെ ടെമ്പറേച്ചർ വളരെ കൂടുതലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അനിമൽസിന്റെ നമ്മൾ എടുത്തിട്ട് ആ ഒരു ഈ ഒരു റിയാക്ഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ എൻസൈം വർക്ക് ചെയ്യില്ല. വൈ? ബിക്കോസ് എൻസൈം എന്ന് പറയുന്നത് നത്തിങ് ബട്ട് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലീനിയർ ചെയിൻ ഓഫ് അമൈനോ ആസിഡ് അല്ലെ. അമൈനോ ആസിഡ് കൊണ്ടാണ് ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അമൈനോ ആസിഡിന് തമ്മിലുള്ള ഒരു പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ആവും. അങ്ങനെ ബ്രേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു കുഞ്ഞു ബ്രേക്ക് വീണിട്ടുണ്ടെങ്കിൽ പോലും അത് എന്തായി മാറും? വേറെ എന്തെങ്കിലും ഒരു പോളിപെപ്റ്റൈഡ് ആയിട്ട് മാറും. അത് എൻസൈം ആയിരിക്കില്ല. അങ്ങനെ എൻസൈം അല്ലാത്തത് ഈ ഒരു റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത്രയും ടെമ്പറേച്ചറിൽ ജീവിക്കാൻ കഴിവുള്ള ഒരു ഓർഗാനിസമിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓർഗാനിസം ഏതാണ്? ടാക് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? തെർമസ് അക്വാട്ടിക്കസ്, ഈസ്റ്ററീഷ്യ കോളി, സാൽമോനെല്ല ടൈഫിമുറിയം, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടാവുക? യെസ്, ആലോചിച്ചോ? ദ റൈറ്റ് ആൻസർ ഈസ് തെർമസ് അക്വാട്ടിക്കസ്. ഇറ്റ് ഈസ് എ ആർക്കിബാക്ടീരിയ. ഇത് ഏതാണ്? ആർക്കിബാക്ടീരിയ എല്ലാവർക്കും അറിയാലോ.
അതായത് എന്താ പ്രിമിറ്റീവ് ബാക്ടീരിയ ആണ്. എക്സ്ട്രീം ടെമ്പറേച്ചറോ അല്ലെങ്കിൽ എക്സ്ട്രീം സാൾട്ട് അല്ലെങ്കിൽ എക്സ്ട്രീം എന്താ സലൈൻ ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനിൽ ജീവിക്കാൻ കഴിവുള്ള ഒരു ബാക്ടീരിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആർക്കി ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്നത് ആർക്കി ബാക്ടീരിയയിലെ തെർമോ അസിഡോഫിൽസ് ആണ്. ഓക്കെ, അതുകൊണ്ട് എക്സ്ട്രീം ടെമ്പറേച്ചറിനെ അത് എന്താ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് തെർമസ് അക്വാറ്റിക്കസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Which of the following is a perispermous seed? ഇതിൽ ഏതാണ് പെരിസ്പെർം? പെരിസ്പെർം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതാണ് നമ്മുടെ എന്താ എംബ്രിയോസാക്. ഓക്കെ, എംബ്രിയോസാക്കിന് ചുറ്റും നമുക്ക് എന്ത് കാണാൻ പറ്റും? ന്യൂസെലസ് എന്ന് പറയുന്ന ഒരു എന്താ സെൽസിനെ കാണാൻ പറ്റും. ഓക്കെ, ന്യൂസെലസിന് ചുറ്റുമാണ് നമുക്ക് എന്ത്? ഇൻടെഗ്യുമെന്റ്, ഔട്ടർ ഇൻടെഗ്യുമെന്റ്, അതുപോലെ തന്നെ ഇന്നർ ഇൻടെഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ 2 ഇൻടെഗ്യുമെന്റ് കാണാൻ പറ്റുക. ഓക്കെ, സോ ഈ ന്യൂസെലസിൽ ഒരു ന്യൂസെലസ് മെഗാസ്പോർ മദർ സെൽ ആയിട്ട് കൺവേർട്ട് ആയിട്ടാണ് എംബ്രിയോസാക്ക് ഡെവലപ്പ് ആയിരിക്കുന്നത്. ഓക്കെ, ഈ ന്യൂസെലസിന്റെ വർക്ക് എന്താണ്? ന്യൂസെലസ് ഇതുപോലെ ന്യൂട്രീഷന് എംബ്രിയോസാക്കിലേക്ക് കൊടുത്തോണ്ടേയിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആവുന്നത് വരെ ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ന്യൂട്രീഷൻസ് ഇങ്ങനെ കൊടുത്ത് ന്യൂസെലസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാവും. മെച്ചൂർ ആയി കഴിയുമ്പോൾ എന്താവും? ഈ ന്യൂസെലസ് കംപ്ലീറ്റ്ലി ഡ്രൈ അപ്പ് ആവും. പക്ഷെ ചില പ്ലാന്റ്സിൽ മാത്രം എന്താവും? ഈ ഒരു ന്യൂസെലസ് കംപ്ലീറ്റ് ഡെവലപ്പ് ആയിട്ടുള്ള സീഡിലും നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പെരിസ്പെർമസ് സീഡ് എന്ന് വിളിക്കും. ഇത് നമുക്ക് പീ പ്ലാന്റിലാണോ, ബ്ലാക്ക് പെപ്പറിലാണോ, വീറ്റിലാണോ, ബാർലിയിലാണോ, ഏത് പ്ലാന്റിലാണ് നമുക്ക് ഇത് കാണാൻ പറ്റുക? സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഏതാണത്? ബ്ലാക്ക് പെപ്പർ. ഏത്? ബ്ലാക്ക് പെപ്പർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് റിക്കോംബിനന്റ് പ്രോട്ടീൻ. സോ നമ്മൾ ഇൻഡസ്ട്രിയൽ സ്കെയിലിലൊക്കെ നമ്മൾ ഒരു എന്താ ഒരു ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എൻസൈമോ ഒരു പ്രോട്ടീനോ സിന്തസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാബറട്ടറിയിൽ ഓരോ DNA വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമോ? ഓരോ സെൽസിൽ വെച്ചിട്ട് നമുക്ക് ഒരു ബാക്ടീരിയയുടെ കുഞ്ഞു പെട്രി പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺസിന് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ? ആർക്കൊക്കെയാണോ റിക്വയർമെന്റ് ഉള്ളത് അവർക്കൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് കിട്ടുന്നത് വളരെ ലെസ് ക്വാണ്ടിറ്റി മാത്രമാണ് നമുക്ക് കിട്ടുക അല്ലെ? സോ നമ്മൾ ഒരു ലാബറട്ടറിയിൽ നമ്മൾ ഒരു ഇച്ചിരി എന്താ ഒരു ഈക്വലായി ഒരു ഇച്ചിരി എന്താ റിക്കോംബിനന്റ് DNA വെക്ടർ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ലാർജ് ക്വാണ്ടിറ്റീസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്? അവിടെ എന്താണ് ആവശ്യമുള്ളത്? സോ ഒരു വലിയ ടാങ്കിന്റെ ആവശ്യമുണ്ട് അല്ലെ? ഒരു സിലിണ്ടറിക്കൽ ടാങ്കിന്റെ ആവശ്യമുണ്ട്, റൈറ്റ്? സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബയോറിയാക്ടർ. എന്തെന്ന് വിളിക്കും? ബയോറിയാക്ടർ. യെസ്, ഓക്കെ. സോ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു എന്താ വലിയ ലാർജ് കണ്ടെയ്നർ ആണ്. ഇതിൽ നമുക്കൊരു മോട്ടറിനെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു മോട്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ മോട്ടറിലേക്ക് ഒരു റോഡ് വെച്ചിട്ടുണ്ടാവും. ആ റോഡിൽ ഒരുപാട് ബ്ലേഡ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ബ്ലേഡ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിയർ ആയിട്ട് നന്നായിട്ട് അജിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു മോട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ എന്താവുന്നുണ്ട്? ഇതിലുള്ളത് ഇങ്ങനെ അജിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് അങ്ങനെ ഇതെന്താവുന്നുണ്ട്? കംപ്ലീറ്റ് ആയിട്ട് അതിലുള്ള സൊല്യൂഷൻ, അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു റിയാക്റ്റന്റിനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈച്ച് ആൻഡ് എവറി പാർട്ടിലേക്കും ഓക്സിജൻ സപ്ലൈ ആവുന്നത് പോലെ നോക്കിക്കൊണ്ടുണ്ട്. സോ ഈ ഒരു എന്താ പർട്ടിക്കുലർ സെറ്റപ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബയോറിയാക്ടർ എന്ന് വിളിക്കും. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ലാർജ് ക്വാണ്ടിറ്റീസിൽ നമ്മൾ ഒരു റിക്കോംബിനന്റ് പ്രോട്ടീന് അല്ലെങ്കിൽ എൻസൈംസ് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലാർജ് കണ്ടെയ്നറിന്റെ ആവശ്യമുണ്ട്. ആ ഒരു ലാർജ് സിലിണ്ടറിക്കൽ ഷേപ്ഡ് വെസൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബയോറിയാക്ടർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The parasitic bird lays its egg in the nest of the host and the host bird incubate it. Okay, name the type of parasitic interaction. ഇത് ഏത് ടൈപ്പ് ഓഫ് പാരാസൈറ്റിക് ഇന്ററാക്ഷൻ ആണ്? നമ്മൾ 3 പാരാസൈറ്റിക് ഇന്ററാക്ഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഒന്ന് എക്ടോ പാരാസൈറ്റ് അല്ലെ? എക്ടോ പാരാസൈറ്റ് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ദേഹത്തിന്റെ മുകളിൽ വന്നിരുന്നിട്ട് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസമിനെ നമ്മൾ എക്ടോ പാരാസൈറ്റ് എന്ന് വിളിക്കും അല്ലെ? സോ ഏതാണ് എക്സാമ്പിൾ ഏത് പറയും നിങ്ങൾ? ഏത് പറയും? സോ നമ്മുടെ തലേന്റെ മുകളിലുള്ള പെയിന് അല്ലെ? ലൈസ് ഓൺ എന്താ ഹെഡ് ഓഫ് ഹ്യൂമൻ. അതുപോലെ തന്നെ ഡോഗ്സിന്റെ മുകളിലുള്ള മറ്റേ ചെള്ള് അല്ലെ? സോ അതൊക്കെ ടിക്സ് ഓഫ് ഡോഗ്. സോ ഇതൊക്കെ എന്താണ്? എക്ടോ പാരാസൈറ്റിനുള്ള എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ ഇനിയൊരു ടൈപ്പ് ഉണ്ട്, അതിന് നമ്മൾ പറയുന്ന പേരാണ് എൻഡോ പാരാസൈറ്റ്.
ഓക്കെ. എൻഡോ പാരാസൈറ്റിന് എക്സാമ്പിൾ ഇത് പറയും, നമ്മുടെ വയറ്റിനകത്തുള്ള ആസ്കാരിസ്, അതുപോലെ തന്നെ ടേപ്പ് വാം, ഇതൊക്കെ എന്താണ് എൻഡോ പാരാസൈറ്റിനുള്ള എക്സാമ്പിൾ ആണ്. നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഒരു പാരാസൈറ്റ് ആണ്, ഡയറക്റ്റ് ആയിട്ട് ന്യൂട്രീഷൻ ഒക്കെ അബ്സോർബ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഓർഗാനിസം ആണ് അല്ലെ. അതുകൂടാതെ ഇനിയൊരു ടൈപ്പ് ഓഫ് ഓർഗാനിസം ഉണ്ട്, ലൈക്ക് നമ്മുടെ കാക്കയും കുയിലും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെ. കാക്കയുടെ മുട്ടേനെ കൊണ്ടുപോയിട്ട് കുയിലിന്റെ കൂട്ടിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ട് അത് എന്താ കംപ്ലീറ്റ് ഡെവലപ്പ് ആവുന്നത് വരെ കാക്ക സുഖമായിട്ട് പറന്ന് നടക്കും അല്ലെ. സോ പാവം കുയിലിന് അറിയില്ല ഇത് കാക്കയുടെ മുട്ടയാണോ തന്റെ മുട്ടയാണോ എന്ന് അറിയില്ല. അപ്പൊ എല്ലാത്തിനും അത് എന്ത് ചെയ്യും, ഈക്വലി ഇൻക്യുബേറ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വളരുന്നത് വരെ അതിന് മനസ്സിലാവില്ല ഇത് കാക്കയാണോ അല്ലെങ്കിൽ കുയിലാണോ മനസ്സിലാവില്ല. ഒൻസ് അത് വളർന്നു കഴിയുമ്പോൾ ഇത് എന്റെ ഗ്രൂപ്പ് അല്ല എന്ന് വിചാരിച്ചിട്ട് കുയിൽ എന്താവും, അവിടെ നിന്ന് മാറിപ്പോവും. ഈ ഒരു ഇന്ററാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രൂഡ് പാരാസൈറ്റിസം. Okay, brood parasitism. The right answer is brood parasitism. Okay, egg of the cuckoo is laid in the crow nest. Okay, so നമുക്ക് നെസ്റ്റ് നോക്കാം. Describe two methods by which alien DNA is introduced into host directly. So ഒരു alien DNA നെ ഡയറക്റ്റ് ആയിട്ട് ഹോസ്റ്റിലേക്ക് ഇടുമ്പോൾ, ഓക്കെ, ഹോസ്റ്റിലേക്ക് എങ്ങനെയാണ് ഇടാൻ പറ്റുക, അതിന്റെ രണ്ട് മെത്തഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ട് മെത്തഡിനെ മെൻഷൻ ചെയ്യുക, ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, സോ ഏലിയൻ DNA എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുക? ഫസ്റ്റ് തിങ് ഈസ് ജീൻ ഗൺ. ഓക്കെ, സോ മൈക്രോ ഇൻജെക്ഷനും അതുപോലെ തന്നെ ജീൻ ഗണ്ണും. സോ ജീൻ ഗൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഒരു മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡിനെ എടുക്കുകയാണ്, എന്നിട്ട് അതിലേക്ക് നമ്മുടെ DNA റാപ്പ് ചെയ്യാണ്. റാപ്പ് ചെയ്തിട്ട് അതിപ്പോൾ ഗോൾഡ് ആവാം അല്ലെങ്കിൽ ടങ്സ്റ്റൺ ആവാം, മൈക്രോ പാർട്ടിക്കിൾ എടുക്കണം, അതിലേക്ക് നമ്മുടെ DNA റാപ്പ് ചെയ്യണം, റാപ്പ് ചെയ്തിട്ട് സെല്ലിലേക്ക് ബമ്പാർഡ് ചെയ്യണം. ഓക്കെ, സോ ഹൈ വെലോസിറ്റിയിൽ നമ്മൾ ബമ്പാർഡ് ചെയ്യുമ്പോൾ എന്താവും, സെല്ലിനകത്തേക്ക് പോകും. സോ DNA, നമ്മുടെ ഫോറിൻ DNA സെല്ലിനകത്തേക്ക് ഇൻസേർട്ട് ആയി. ഓക്കെ, അടുത്തത് മൈക്രോ ഇൻജെക്ഷൻ ആണ്. മൈക്രോ ഇൻജെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സെല്ലിനകത്തേക്ക് നമ്മൾ ഫോറിൻ DNA ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇനിയൊരു മെത്തഡ് ഉണ്ട്, ഡിസ്ആംഡ് പാത്തോജൻ. ഓക്കെ, സോ ഇത് മൂന്നുമാണ് എന്താണ് ചെയ്യുന്നത്, ഏലിയൻ DNA ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു മെത്തഡ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. ടു outbreeding devices developed by plants to prevent self-pollination is given below. Okay, രണ്ടെണ്ണം ആൾറെഡി തന്നിട്ടുണ്ട്. ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസിന്റെ രണ്ട് സാധനം ഇവിടെ ആൾറെഡി തന്നിട്ടുണ്ട്, രണ്ട് മെത്തഡ് എന്ന് തന്നിട്ടുണ്ട്. സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി ഒന്ന്, യൂണിസെക്ഷൽ ഫ്ലവർ ഒന്ന്, രണ്ടെണ്ണം തന്നിട്ടുണ്ട് അല്ലെ. കംപ്ലീറ്റ് ദ ചാർട്ട് ആഡിങ് 2 more points. 2 പോയിന്റ്സും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താലോ? ഒന്ന് യൂണിസെക്ഷൽ ഫ്ലവർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഹർക്കോഗാമി ഇട്ടാലോ? യെസ്. സോ ഹർക്കോഗാമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സോ യൂണിസെക്ഷൽ പ്ലാന്റ് ലൈക്ക് പപ്പായ അല്ലെ. പപ്പായയിൽ മെയിൽ പ്ലാന്റ് ഡിഫറെന്റ് ആണ്, ഫീമെയിൽ പ്ലാന്റ് ഡിഫറെന്റ് ആണ്. അതിന് നമ്മൾ എന്ത് വിളിക്കും? ഹർക്കോഗാമി എന്ന് വിളിക്കും, റൈറ്റ്. സോ അതുകൂടാതെ വേറെ എന്താ, ഹെട്രോസ്റ്റൈലി പറഞ്ഞാലോ? അതായത് ഹെട്രോസ്റ്റൈലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ മെയിൽ ഗാമറ്റ് വലുത് നല്ല നീളമുള്ള ഒരു സ്റ്റെമനിലാണ് വളരുക. സ്റ്റിഗ്മ വളരെ കുഞ്ഞു സ്റ്റിഗ്മയാണുള്ളത്. അപ്പൊ അവിടെ ഒരു ട്രാവൽ ചെയ്യാനുള്ള ദൂരവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പോളൻ ഗ്രെയിൻസ് റീച്ച് ആവുന്നില്ല. ഓക്കെ, സോ സ്റ്റിഗ്മയിലേക്ക് റീച്ച് ആവുന്നില്ല. ഒന്നില്ല സ്റ്റിഗ്മ വളരെ ചെറുതായിരിക്കും, നമ്മുടെ സ്റ്റെമന് വളരെ ദൂരമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റെമന് വളരെ ചെറുതായിരിക്കും, സ്റ്റിഗ്മ നല്ല നീളമുള്ളതായിരിക്കും. സോ ഇങ്ങനെ ആവുമ്പോൾ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഹെട്രോസ്റ്റൈലി എന്ന് വിളിക്കും. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ്, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്ട് ABCD. ഓക്കെ, ABCD എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു ഡയഗ്രാം എന്താണ്? ഡൈക്കോട്ട് പ്ലാന്റിന്റെ എംബ്രിയോ ആണ്. സോ ദിസ് ഈസ് ദി എംബ്രിയോ ഓഫ് ഡൈക്കോട്ട് അല്ലെ. ഡൈക്കോട്ട് എംബ്രിയോ ആണിത്. സോ ഇതിൽ എ എന്താണ്? എ ഇസ് പ്ലൂമ്യൂൾ അല്ലെ. എ ഇസ് പ്ലൂമ്യൂൾ, ബി ഇസ് ഇതെന്താണ്? കോട്ടിലീഡൻസ് അല്ലെ. ബി കോട്ടിലീഡൻ, സി റാഡിക്കൽ, ഡി റൂട്ട് ക്യാപ്പ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എഴുതാം. ഫസ്റ്റ് എ ഇസ് പ്ലൂമ്യൂൾ, ഓക്കെ, ബി ഇസ് കോട്ടിലീഡൻ, ഓക്കെ, കോട്ടിലീഡൻ. അടുത്തത് സി ഇസ് റൂട്ട് ക്യാപ്പ്. ഓക്കെ, എവിടെയാണത്? യെസ്. ഓക്കെ, സോ സി ഈസ് എന്താണ്? റാഡിക്കൽ.
ആൻഡ് ഡി ഈസ് റൂട്ട് ക്യാപ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are palindromic DNA nucleotide sequence? Write one example for palindromic sequence. എന്താണ് palindromic DNA sequence എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, see, when we are reading the DNA strand, it gives same sound on different orientation. So നമ്മൾ സെയിം രണ്ട് സ്ട്രാൻഡിനെ റീഡ് ചെയ്യുകയാണ്. റീഡ് ഇൻ ദി സെയിം ഓറിയന്റേഷൻ, 5' to 3' ഓറിയന്റേഷൻ. ഓക്കെ, സോ ദിസ് ഇസ് 5' to 3' ഓറിയന്റേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുകയാണ്? സെയിം സൗണ്ട് കിട്ടുകയാണ്. ഓക്കെ, സോ ഇവിടെ GAATTC ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ GAATTC ഉണ്ട്. സോ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? പാലൻഡ്രോമിക് സീക്വൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്. See, a palindromic sequence is a nitrogenous basis in double-stranded DNA or RNA where when we read 5' to 3' end in the same as that of the complementary strand in the same direction. Okay, നമ്മൾ റീഡ് ചെയ്യേണ്ടത് 5' to 3' ഡയറക്ഷനിൽ തന്നെ നമ്മൾ റീഡ് ചെയ്യുക. അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ സൗണ്ട് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പാലൻഡ്രോമിക് സീക്വൻസ് എന്ന് വിളിക്കാം. സോ ദ എക്സാമ്പിൾ ഈസ് GAATTC. ഓക്കെ, yes. So next question. BT cotton is a genetically modified plant. What does BT stands for? So BT എന്ന് വെച്ചിട്ടുണ്ട്. BT കോട്ടണിലെ BT എന്താണ്? BT എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ BT കോട്ടണിൽ എന്താണ് ചെയ്യുന്നത്? BT കോട്ടണില് കോട്ടൺ പ്ലാന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാസിലസ് തുറൻജൻസസ് എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയയിൽ നിന്നും ഒരു ജീനിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ആ ജീനിന്റെ പേരാണ് ക്രൈജീന്. ആ ക്രൈജീനിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കോട്ടൺ പ്ലാന്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അപ്പോ BT കോട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബാസിലസ് തുറൻജൻസസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിലെ ജീനിനെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഒരു കോട്ടൺ ആണ്. അപ്പോ സോ BT is Bacillus thuringiensis. എന്താണ് BT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? Bacillus thuringiensis. ഓക്കെ, അടുത്തത്. What is the specific feature of BT cotton plant? So BT cotton plantന് നമ്മൾ എക്സ്ട്രാ പെസ്റ്റിസൈഡ് ഇടേണ്ട ആവശ്യമില്ല. Why? Because the Bacillus thuringiensis gene, that is called cry gene, is going to produce crystalline protein when a plant is eaten up by a ലാർവേ, അല്ലെ? ഒരു ലാർവേ അതിനെ കഴിക്കുമ്പോൾ ലാർവയ്ക്കകത്തേക്ക് ആ ഒരു പ്ലാന്റിന്റെ ചില സെൽസ് ഒക്കെ എൻ്റർ ആവുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ക്രൈ ജീനിന്റെ കൂടെ തന്നെ ക്രൈ പ്രോട്ടീൻ ഒക്കെ എൻ്റർ ആവുന്നുണ്ട്. ക്രൈ പ്രോട്ടീന് ബാസിലസ് തുറൻജൻസിന്റെ വയറ്റിന്റെ ഉള്ളിൽ ആക്ടിവേറ്റ് ആവുകയാണ്. ആൽക്കലൈൻ pH ഉള്ളത് കൊണ്ട് അങ്ങനെ ആക്ടിവേറ്റ് ആയിട്ട് സെൽ, അതിന്റെ വയറ്റിനകത്തുള്ള സെൽ ലെയറിനൊക്കെ കുഞ്ഞു കുഞ്ഞു പോർസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൊക്കെ വെള്ളം നിറച്ചിട്ട് എന്നിട്ട് ആ സെൽസ് വീർത്ത് പൊട്ടിത്തെറിച്ച് വയറ് പൊട്ടി ചത്തുപോവുകയാണ്. സോ ദാറ്റ് ഈസ് ദി ഫങ്ഷൻ ഓഫ് BT അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രൈജീൻ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Write 4 factors that affect population density. Population density ആൾട്ടർ ചെയ്യാൻ, ഒന്നില്ല കൂടാൻ അല്ലെങ്കിൽ കുറയാനും 4 ഫാക്ടേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണത്? ഒന്ന് നറ്റാലിറ്റി, ഓക്കെ, നറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. ഓക്കെ, സോ ഇതാണ് 4 ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റിംഗ് ദി പോപ്പുലേഷൻ ഡെൻസിറ്റി. അതിൽ നെറ്റാലിറ്റി, ഇമിഗ്രേഷൻ ഇത് രണ്ടും പോപ്പുലേഷൻ സൈസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മോർട്ടാലിറ്റിയും എമിഗ്രേഷൻ ഇത് രണ്ടും പോപ്പുലേഷൻ സൈസ് ഡിക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Observe the diagram. Okay, ഒരു ഡയഗ്രാം നോക്കുക, ക്ലിയർ ആയിട്ട് നോക്കുക. ഐഡന്റിഫൈ ദി ക്ലോണിംഗ് വെക്ടർ. ഇതിൽ ക്ലോണിംഗ് വെക്ടർ ഏതാണ്? ഓക്കെ, സോ നെക്സ്റ്റ് റൈറ്റ് 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ക്ലോണിംഗ് വെക്ടർ. ഈ ഒരു ക്ലോണിംഗ് വെക്ടർ ഏതാണ്? ക്ലിയർ ആയിട്ട് നോക്കിക്കേ. ഇവിടെ ആംപ്ലിസിലിൻ ഉണ്ട്, അല്ലെ? സോ ആംപ്ലിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിൽ റോപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. യെസ്. സോ അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് റെസ്ട്രിക്ഷൻ സൈറ്റ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഈസ് PBR
322 അല്ലെ. സോ ദിസ് ഈസ് PBR 322. ഇതില് സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 is ORI region ഉണ്ടാവും. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് സെലക്ടബിൾ മാർക്കേഴ്സ് ഉണ്ടാവും. ആൻഡ് മൂന്നാമത്തത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആയിട്ട്, അതായത് ഹിൻഡ് 3, എക്കോ R1, CLA1, PBU1 അല്ലെ. സോ ഇതുപോലെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആയിട്ട് ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ഒരു PBR 322 എന്ന് പറയുന്ന വെക്ടർ അല്ലെങ്കിൽ പ്ലാസ്മിഡിന്റെ characteristic feature. ORI region എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? Where the origin of replication start. Okay, so origin of replication എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മോളിക്യൂൾ ആണ്. സോ നമ്മുടെ PBR 322 എന്ന് പറയുന്നത് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മോളിക്യൂൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് സെൽഫ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് പ്ലാസ്മിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ സെൽഫ് റെപ്ലിക്കേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ആവണ്ടേ? റെപ്ലിക്കേഷൻ എവിടെന്നെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ആവണ്ടേ? ആ സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ORI region എന്ന് പറയുന്നത്. സെലക്ടബിൾ മാർക്കേഴ്സ് വെച്ചിട്ട് നമുക്കത് ട്രാൻസ്ഫോർമെന്റ് ആണോ നോൺ ട്രാൻസ്ഫോർമെന്റ് ആണോ എന്ന് ഈസി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. സോ എന്താണ് ട്രാൻസ്ഫോർമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ട്രാൻസ്ഫോർമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെട്രാസൈക്ലിനെ മുറിച്ച് മാറ്റിയിട്ട് അവിടെ നമ്മൾ ഫോറിൻ DNA ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസ്ഫോർമെന്റ് എന്ന് പറയും. സോ ട്രാൻസ്ഫോർമെന്റ് ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സെലക്ടബിൾ മാർക്കേഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ് റെക്കഗ്നൈസേഷൻ സൈറ്റ് അല്ലെങ്കിൽ പാലൻഡ്രോമിക് സീക്വൻസ് ഉള്ളത്. ആ ഒരു റീജിയനിലാണ് നമ്മുടെ എന്ത് വരുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം വന്നിട്ട് കട്ട് ചെയ്യുന്നത്. ഇപ്പൊ എക്കോ R1 ഇവിടെ ഉണ്ട്. ഈ ഒരു റീജിയനിലാണ് നമുക്ക് എക്കോ R1 കാണാൻ പറ്റുക അല്ലെ. സോ ഈ ഒരു റീജിയനെയാണ് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം, അതായത് എക്കോ R1 എന്ന് പറയുന്ന എൻസൈം വന്ന് കട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തിലേക്കാണ്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് റെസ്ട്രിക്ഷൻ സൈറ്റ്. സോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പുതിയ ഒരു ജീനിനെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, യെസ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Gene therapy is a corrective therapy for hereditary disease. How is adenosine deaminase deficiency using gene therapy? So എങ്ങനെയാണ് നമ്മൾ ജീൻ തെറപ്പിനെ യൂസ് ചെയ്തിട്ട് അഡിനോസിൻ ഡിഅമിനേസ് ഡിഫിഷ്യൻസിനെ നമ്മൾ ഒഴിവാക്കുന്നത്? See, in gene therapy, lymphocytes from blood of the patient are grown in culture in vitro. ആദ്യം നമ്മൾ ഒരു പേഷ്യന്റിൽ നിന്നും, അതായത് സ്കിഡ് അല്ലെ, സ്കിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി ഉള്ള ആ ഇൻഡിവിജ്വൽസിൽ നിന്നും ലിംഫോസൈറ്റ്സിനെ കളക്ട് ചെയ്യുന്നുണ്ട്. കളക്ട് ചെയ്തിട്ട് അതിനെ ലാബറട്ടറിയിൽ വെച്ചിട്ട് നമ്പർ ഓഫ് ലിംഫോസൈറ്റ്സിനെ കൂടുതലാക്കി എടുക്കുന്നുണ്ട്, കൾച്ചർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫങ്ഷണൽ ADA-cDNA, അതായത് ലൈബ്രറിക്കകത്തുള്ള cDNA ആൾറെഡി നമുക്കറിയാം ഏതേത് ജീൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അത് ആൾറെഡി നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ cDNA നിന്നും ADA എന്ന് പറയുന്ന നോർമൽ ആയിട്ടുള്ള ഒരു ജീനിനെ എടുത്തിട്ട് ഈ ലിംഫോസൈറ്റ്സിലേക്ക് നമ്മൾ റെട്രോ വൈറൽ വെക്ടർ വെച്ചിട്ട്, റെട്രോ വൈറൽ എന്ന് പറയുമ്പോൾ നോൺ പാത്തോജനിക് വൈറസിനെ എടുത്തിട്ട്, ഓക്കെ, സോ നോൺ പാത്തോജനിക് വൈറസിനെ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു cDNA ഇട്ട് കൊടുത്തിട്ട് അതിനെ നമ്മുടെ ലിംഫോസൈറ്റ്സിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ദീസ് ലിംഫോസൈറ്റ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ബാക്ക് ഇൻ ടു ദി പേഷ്യന്റ്. സോ അതിന് ആ ഒരു ലിംഫോസൈറ്റ്സ് ഈ ഒരു പ്ലാസ്മിഡ് കൊണ്ടുവന്ന ആ ഒരു പ്ലാസ്മിഡ് അല്ലല്ലോ നമ്മുടെ വെക്ടർ അല്ലെ. സോ വെക്ടർ കൊണ്ടുവന്ന ആ ജീനിനെ ഇൻകറപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലിംഫോസൈറ്റ്സിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സ് പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. വൈ? ബിക്കോസ് ലിംഫോസൈറ്റ്സിന് ഒരു ലൈഫ് ടൈമിൽ, അതായത് ഒറ്റ പ്രാവശ്യം മാത്രം സിന്തസിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ലിംഫോസൈറ്റ്സിന് പെർട്ടിക്കുലർ ആയിട്ട് ലൈഫ് പീരിയഡ് ഉണ്ട്. കുറച്ച് സമയം മാത്രമേ അത് ജീവിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിംഫോസൈറ്റ്സ് ചത്തുപോകും അല്ലെ. അപ്പോൾ പുതിയ ഒരു ലിംഫോസൈറ്റ്സിലേക്ക് നമുക്ക് ഈ ഒരു മെത്തഡിനെ അഡോപ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഈസ് ജീൻ തെറാപ്പി. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Fill the blanks with indicator given below. സോ ഇവിടെ ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട്, കോമ്പറ്റീഷൻ തന്നിട്ടുണ്ട്, പാരാസൈറ്റിസം തന്നിട്ടുണ്ട്, മൈക്കോറൈസ തന്നിട്ടുണ്ട്, സ്പാരോ ഈറ്റിംഗ് സീഡ് തന്നിട്ടുണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഇവിടെ നമുക്ക് ഒരുപാട് ഒരു ടാബ്ലർ കോളം തന്നിട്ടുണ്ട്, എയും ബിയും തന്നിട്ടുണ്ട്. ഇവിടെ നെയിം ഓഫ് ഇന്ററാക്ഷനും എക്സാമ്പിളും ആണ് ഉള്ളത്. സോ ഇവിടെ ഓരോ പ്ലേസിൽ ബ്ലാങ്ക് തന്നിട്ടുണ്ട്, ആ ബ്ലാങ്കിന് നമ്മൾ ഫിൽ ചെയ്യണം. ഓക്കെ, സോ മ്യൂച്വലിസമിൽ ഇത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്, മ്യൂച്വലിസമിൽ ഏതായിരിക്കും? മ്യൂച്വലിസം ഈസ് മൈക്കോറൈസ അല്ലെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് മൈക്കോറൈസ
അല്ലെ? മൈക്കോറൈസ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽഗയും ഫംഗയും ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. രണ്ടുപേർക്കും എന്താ ബെനിഫിഷ്യറി പ്രോഡക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. അതിന് നമ്മൾ മ്യൂച്വലിസം എന്ന് പറയും. മൈക്കോറൈസ ഇസ് ദി എക്സാമ്പിൾ. അടുത്തത് അബിങ്ടൺ, ടോർടോയ്സ് ആൻഡ് ഗോഡ്. സോ ഇത് ഏതാണ്? ദിസ് ഈസ് കോൾഡ് കോമ്പറ്റീഷൻ. അതായത് ആട് എവിടെയാണോ ജീവിക്കുന്നുള്ളത് ആ ഒരു ഭാഗത്ത് നമ്മുടെ ടോർടോയ്സ് പോയിട്ട് ഫുഡ് കഴിക്കാൻ നിൽക്കുന്നില്ല. അവന് മടിച്ച് അവന് ഇല്ലാണ്ടാവുകയാണ്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? കോമ്പറ്റീഷൻ എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് കസ്കുട്ട ഓൺ ഹെഗ്ഡേ പ്ലാന്റ്. ഓക്കെ, സോ ഹെഡ്ഗേ പ്ലാന്റ്. സോ ഇതേതാണ്? ഏത് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ്? സി ദിസ് ഇസ്, അത് കസ്കുട്ട എന്ന് പറയുന്നത് ഇസ് എ പാരാസൈറ്റ്. സോ ദിസ് ഇസ് പാരാസൈറ്റിസം. ഓക്കെ, പാരാസൈറ്റിസം. അടുത്തത് പ്രിഡേഷൻ ആണ്. പ്രിഡേഷന് എക്സാമ്പിൾ ഏതാണ്? സ്പാരോ ഈറ്റിംഗ് സീഡ്. ഓക്കെ, സ്പാരോ ഈറ്റിംഗ് സീഡ്. ഓക്കെ, സോ this is the answer. First one is mycorrhiza, B is competition, C is parasitism, and D is sparrow eating seed. Okay, next question നോക്കാം. Observe the chart. Identify the population growth curve. So ഇത് ഏത് population growth curve ആണ്? ഈ ഒരു equation നോക്കിക്കേ. dn by dt is equal to rn into k minus n divided by k. ഇത് ഏത് ഇന്ററാക്ഷൻ ഉള്ളതാണ്? അതായത് എസ് കർവ് ഉണ്ട് ഈ ഒരു ഇക്വേഷൻ. ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. This is logistic growth. ഏതാണിത്? Logistic growth. So and B question എന്താണ് പറഞ്ഞിരിക്കുന്നത്? What do the following represent? So എന്താണ് R and K represent ചെയ്യുന്നത്? R എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ intrinsic rate of natural increase, അതായത് B minus D, birth minus death. അതാണ് നമ്മുടെ intrinsic rate of natural increase, R എന്ന് വെക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ K എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ carrying capacity. സോ ഈ ഒരു carrying capacity ആണ് മാക്സിമം ലെവൽ ഓഫ് ഗ്രോത്ത് നമുക്ക് ആ ഒരു പോപ്പുലേഷനിൽ കാണാൻ പറ്റുന്നത്. അതിനെക്കാളും വലിയ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റില്ല, വലിയൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റില്ല. സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ എന്ത് വിളിക്കും? carrying capacity എന്ന് വിളിക്കും. യെസ്, ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is RNA interference? Name the vector used to introduce nematode specific gene into the host plant. So RNA interference എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNA, ഓക്കെ, ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNA എന്ത് ചെയ്യുന്നുണ്ട്? ഡബിൾ സ്ട്രാൻഡഡ് mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡബിൾ സ്ട്രാൻഡഡ് mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡബിൾ സ്ട്രാൻഡഡ് mRNA എന്ത് ചെയ്യുന്നുണ്ട്? സൈലൻസിങ് ചെയ്യുന്നുണ്ട്. അതായത് അടുത്ത് നിമാറ്റോഡിന്റെ ഒരു ജീനിന് അല്ലെങ്കിൽ mRNA സൈലൻസ് ചെയ്യുന്നുണ്ട്. അത് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ആവാതെ സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? RNA ഇന്റർഫറൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ RNA I എന്ന് വിളിക്കും, mRNA silencing എന്നും വിളിക്കും. Okay, see, RNA interference is a process in which the gene expression is inhibited. Gene expression എന്ന് വെച്ചിട്ടുള്ളത് mRNA പ്രോട്ടീൻ ആയിട്ട് കൺവേർട്ട് ആവുന്ന ആ ഒരു പ്രോസസ്. ഓക്കെ, സോ അതാണ് ജീൻ എക്സ്പ്രഷൻ. ആ ഒരു ജീൻ എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെന്റ് ചെയ്യുന്നുണ്ട് by using double stranded mRNA molecule. Okay, so targeted mRNA molecule ne neutralize ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡബിൾ സ്ട്രാൻഡഡ് mRNA molecule നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? RNA I അല്ലെങ്കിൽ RNA interference എന്ന് വിളിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വെക്ടറുടെ പേരാണ് ആഗ്രോബാക്ടീരിയം വെക്ടർ. ഓക്കെ, ആഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്ലാസ്മിഡിനെ കളക്ട് ചെയ്യുന്നുണ്ട്. So that is agrobacterium vector. Okay, so നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Microsporangium is surrounded by 4 wall layer. Okay, name the 4 wall layers. So 4 wall layer ആണുള്ളത്. ആ 4 wall layers ഏതൊക്കെയാണ്? ഇതിപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുമ്പോൾ മൈക്രോസ്പൊറാഞ്ചിയമിന്റെ ചുറ്റുമായിട്ട് 4 ലേയേഴ്സ് കാണാൻ പറ്റും. സി ഇതുപോലെ മൈക്രോസ്പൊറാഞ്ചിയമിന്റെ അടുത്ത് തന്നെയുള്ള ഈ ഒരു ഇന്നർ മോസ്റ്റ് ലെയർ നമ്മൾ ടെപ്പറ്റം എന്ന് വിളിക്കും. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു മൾട്ടി ലെയർ ആണ്. ഓക്കെ, ഒരു മൾട്ടി ലെയർ ആണ്. സോ ഇതുപോലെ ഒരു മൾട്ടി ലെയർ ആണ് കാണാൻ പറ്റുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിഡിൽ ലെയർ. ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? മിഡിൽ ലെയർ എന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ ലെയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് കാണാൻ പറ്റില്ല. ഇതിന് നമ്മൾ എന്താണ് പറയുന്നത്? എൻഡോതീസിയം എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ നമുക്ക് കാണാൻ പറ്റും. ഈ ഔട്ടർ മോസ്റ്റ് ലെയർ നമ്മൾ എപ്പിഡെർമിസ് എന്ന് വിളിക്കും. ഓക്കെ, ദിസ് ഈസ് എപ്പിഡെർമിസ്. ഓക്കെ, എപ്പിഡെർമിസ്.
endothecium, okay, endothecium, middle layer and tapetum. Okay, tapetum, and this is microsporangium. Okay, so write the function of these layer. So first 3 layer function എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യങ് ആയിരിക്കുമ്പോൾ, ഓക്കെ, യങ് ആയിരിക്കുമ്പോൾ ഈ ഒരു ആന്തർ യങ് ആയിരിക്കുമ്പോൾ പ്രൊട്ടക്ഷൻ ചെയ്യും. ഓക്കെ, സോ അതുപോലെ തന്നെ ഇത് മെച്ചൂർ ആകുമ്പോൾ ഈ ഒരു എന്താ ആന്തർ മെച്ചൂർ ആകുമ്പോൾ ഡിഹിസൻസ്, ഓക്കെ, ഡിഹിസൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഡിഹിസൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ടാപ്പറ്റമിന്റെ ഫംഗ്ഷൻ നറിഷ്മെന്റ് ആണ്. എന്താണ്? നറിഷ്മെന്റ്. യെസ്, ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Genetically modified plants have been useful in many ways. Write any 3 uses of genetically modified plants. So first thing is we don't need to add extra pesticide here. So pesticide idanda ആവശ്യമില്ല. രണ്ടാമത്തെ ഓരോന്നോരോന്ന് പറയാം. See, first one, more tolerant to abiotic stress. അതായത് ഒരു കോൾഡ് വന്നാൽ അല്ലെങ്കിൽ ഭയങ്കരമായ ഡ്രോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, സോൾട്ട് കൂടുതലുള്ള ഒരു ഏരിയയിലാണ് ആ ഒരു പ്ലാന്റ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഹീറ്റ് കൂടുതലാവുന്ന, ടെമ്പറേച്ചർ കൂടുതലാവുന്ന, ഇങ്ങനത്തെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. രണ്ടാമത്തത്, കെമിക്കൽ പെസ്റ്റിസൈഡ് ഇടേണ്ട ആവശ്യമില്ല, ബിക്കോസ് ആ ഒരു പ്ലാന്റ് തന്നെ പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്പ് ആണ്. ഓക്കെ, പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്പ് ആയതുകൊണ്ട് എക്സ്ട്രാ പെസ്റ്റിസൈഡ് ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസസിനൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്താ കുറച്ചുകൂടെ ഡീപ്പ് ഇൻസൈഡ് സോയിലിലേക്ക് പോയിട്ട് ന്യൂട്രിയൻസിനൊക്കെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫർട്ടിലൈസർ ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഈൽഡിന് ഇത് തരും. സോ ദീസ് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given below are the feature of flowering pollinated by wind, water and insect. Arrange them in corresponding column. Okay, pollen grains are light and non-sticky. So pollen grains light ആയിട്ടും നോൺ സ്റ്റിക്കി ആയിട്ട് വിൻഡിലാണോ വാട്ടറിലാണോ ഇൻസെക്ട് പോളിനേറ്റഡ് ഒരു ഫ്ലവേഴ്സിലാണോ നമുക്ക് കാണാൻ പറ്റുക. പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. സോ ഇത് നമുക്ക് വിൻഡ് പോളിനേഷനിലാണ് കാണാൻ പറ്റുക. ഓക്കെ, പോളൻ ഗ്രെയിൻസ് ആർ സ്റ്റിക്കി ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് നമുക്ക് ഇൻസെക്ട് പോളിനേഷനിലാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് പോളൻ ഗ്രെയിൻസ് ആർ ലാർജ് റിബൺ ലൈക്ക്. സോ ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് വാട്ടർ പോളിനേഷനിലാണ്. ഓക്കെ, അടുത്തത് പോളൻ ഗ്രെയിൻസ് ഹാവ് മ്യൂസിലേജിനസ് കവറിംഗ്. സോ മ്യൂസിലേജിനസ് കവറിംഗ് അഗൈൻ നമുക്ക് കാണാൻ പറ്റുന്നത് വാട്ടർ പോളിനേഷനിലാണ്. ആൻഡ് ഫ്ലവേഴ്സ് ആർ ലാർജ് കളർഫുൾ ഫ്രാഗ്രന്റ്. ഇത് നമുക്ക് ഇൻസെക്ട് പോളിനേഷനിലും അതുപോലെ തന്നെ സിംഗിൾ ഓവ്യൂൾ നമുക്ക് വിൻഡിലാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫീച്ചേഴ്സ്, റൈറ്റ്? ഓക്കെ, സോ നമ്മൾ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ ഈ ഒരു ടാബ്ലർ കോളമിൽ ക്ലിയർ ആയിട്ട് എഴുതി കൊടുക്കുക, സോ ദാറ്റ് നമുക്ക് ഫുൾ മാർക്കും കിട്ടും. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദി പ്രോസസ്. ഇത് ഏതാണ് പ്രോസസ്? ആദ്യം ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്, അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈമർ എന്ന് പറയുന്ന ഒരു സാധനം വന്ന് ആഡ് ആവുന്നുണ്ട്, എന്നിട്ട് ഡബിൾ സ്റ്റാൻഡ് ആക്കി മാറ്റുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്. 3 സ്റ്റെപ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ഡീനാച്ചുറേഷൻ. ഓക്കെ, ഡീനാച്ചുറേഷൻ. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അനീലിംഗ്. ഓക്കെ, അനീലിംഗ് എന്ന് പറയും. മൂന്നാമത്തെ സ്റ്റെപ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എക്സ്റ്റൻഷൻ, പ്രൈമർ എക്സ്റ്റൻഷൻ. ഓക്കെ, ഇങ്ങനെ 3 സ്റ്റെപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തത് വാട്ട് ഈസ് എ പ്രൈമർ? എന്താണ് പ്രൈമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ട് ഈസ് പ്രൈമർ? പ്രൈമർ ഈസ് എ ന്യൂക്ലിയോടൈഡ്. ഓക്കെ, ഒരു സ്മോൾ RNA അല്ലെങ്കിൽ സ്മോൾ DNA, എന്താണ്? പ്രൈമർ ഈസ് എ സ്മോൾ പീസ് ഓഫ് ന്യൂക്ലിയോടൈഡ് which helps in DNA replication. Okay, so DNA replication അല്ല, ഇവിടെ adding of nucleotide.
ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യാൻ ഈ ഒരു സാധനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇൻ ദി PCR മെത്തഡ് എ പെയർ ഓഫ് പോളിമർ ഹൈബ്രിഡൈസസ് with the sample DNA and define the region that will be amplified. So ഏത് റീജിയനിലാണ് ആംപ്ലിഫൈ ചെയ്യേണ്ടത് ആ ഒരു റീജിയനിലാണ് ഈ ഒരു എന്താ ന്യൂക്ലിയോടൈഡ് പോയി അറ്റാച്ച് ആവുന്നത്. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്തിട്ട് ഡബിൾ സ്ട്രാൻഡ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കേടാ മക്കളെ, നമ്മൾ ആൾമോസ്റ്റ് എല്ലാ ബോട്ടണി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വിനി മാം സുവോളജി പാർട്ട് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ടാറ്റാ. ഓക്കെ, സോ നിങ്ങൾ ബോട്ടണി സെറ്റാക്കി പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ മേ ബി കഴിഞ്ഞ വർഷത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അല്ലെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസർ എഴുതണ്ടേ? സോ അതുകൊണ്ടാണ് ആ ഒരു കറക്റ്റ് പാറ്റേണും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബോട്ടണിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കഴിഞ്ഞ തവണ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, എവിടെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലെ, എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി. ഇതുപോലെ നമുക്ക് സുവോളജിയിലും ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ സെറ്റ് ആവും. അപ്പൊ നമുക്ക് സുവോളജിയിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ? യെസ്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ഗീവ് റീസൺ. പ്രോബബ്ലി അതായത് നമ്മുടെ അധിക ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിലും ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഇതിൽ നിന്നുള്ള ഒരു ഓഡ് വൺ ഔട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അതായത് എപ്പോഴും ഈ സുവോളജി പാർട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും കേട്ടോ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ഗീവ് റീസൺ. ഓക്കെ, എന്തൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്? സെർവിക്സ്, ഫെലോപ്പിയൻ ട്യൂബ്, വാസ് ഡിഫറൻസ്, വെജൈന. ഓക്കെ മക്കളെ നോക്കിക്കേ, ഇതിൽ സെർവിക്സ്, ഓക്കെ, ഫെലോപ്പിയൻ ട്യൂബ്, വാസ് ഡിഫറൻസ് അല്ല, വെജൈന. ഓക്കെ, വെജൈന. അപ്പൊ ഈ 3 പാർട്ടും നമുക്കറിയാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സ് ആണ് അല്ലെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ്. ഓക്കെ, പക്ഷേ വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് കേട്ടോ. ഇതെന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഓക്കെ, സെറ്റ് ആയോ? സോ സെർവിക്സ്, ഫെലോപ്പിയൻ ട്യൂബ്, അതുപോലെ തന്നെ വെജൈന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ്. വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അത് നിങ്ങൾക്ക് അറിയാലോ, ഇത് ടെസ്റ്റിസ് ആണെന്ന് വിചാരിക്കുക. സോ ടെസ്റ്റിസിൽ നിന്ന് സ്പെർമിനെ ക്യാരി ചെയ്യുന്ന ആ ഒരു ട്യൂബിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ വാസ് ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വാസ് ഡിഫറൻസ് എന്താ ചെയ്യുക? സ്പെർംസിനെ നേരെ യൂറീത്രയിലേക്ക് എത്തിച്ചു കൊടുക്കും. ഓക്കെ, സെറ്റ്. ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ ഫൈൻഡ് ഓഡ് വൺ ഔട്ട് ആൻഡ് ഗീവ് റീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ അധിക കുട്ടികളും ചെയ്തു വെക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് തന്നെ ആൻസർ അങ്ങ് എടുത്ത് എഴുതും. അതായത് ഇപ്പൊ ഇവിടെ വാസ് ഡിഫറൻസ് ആണെങ്കിൽ പെട്ടെന്ന് വാസ് ഡിഫറൻസ് എടുത്ത് എഴുതും. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, ഗീവ് റീസൺ, അതായത് ജസ്റ്റിഫൈ യുവർ ആൻസർ, കാരണം വ്യക്തമാക്കുക. അപ്പൊ കാരണം വ്യക്തമാക്കാതെ വെറുതെ ആൻസർ എഴുതി 1/2 മാർക്കേ കിട്ടുള്ളൂ, ബാക്കി 1/2 മാർക്ക് പമ്പ കിടക്കും കേട്ടോ. റൈറ്റ് ദ യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് എംനിയോസെന്റസിസ്. എന്താ എംനിയോസെന്റസിസ് എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കിക്കേ, ഇത് ബേബിയാന്ന് വിചാരിക്കുക കേട്ടോ. അതായത് നമ്മുടെ യൂട്രസിന്റെ അകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞു ബേബി. അപ്പൊ നമുക്ക് അറിയാം ഈ ബേബിയുടെ ചുറ്റും എന്തുണ്ട്? അമ്നിയോൺ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട് അല്ലെ? എന്തുണ്ട്? അമ്നിയോൺ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ആ ലെയറുടെ ഉള്ളിലുള്ള ക്യാവിറ്റിയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് അല്ലെ? ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അപ്പം അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ബേബിയുടെ സെൽസ് ഉണ്ടാവില്ലേ, ഫീറ്റൽ സെൽസ്. ഈ ഫീറ്റൽ സെൽസ് എവിടെ ഉണ്ടാകും? അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഉണ്ടാവും. ഓക്കെ, എന്താണ്? ഫീറ്റൽ സെൽസ് എവിടെ ഉണ്ടാകും? അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, അതായത് നമ്മൾ ഇഞ്ചക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ കളക്ട് ചെയ്യും. ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ എന്തുണ്ട്? ഫീറ്റൽ സെൽസ് ഇല്ലേ? ആ സെൽസില് ക്രോമസോമൽ പാറ്റേൺ നമ്മൾ ഡിറ്റക്ട് ചെയ്യും. അതായത് ഒരു ടെസ്റ്റ് വഴി നമ്മൾ എന്ത് ചെയ്യും? ഈ സെൽസിലുള്ള ക്രോമസോമൽ പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മൾ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ഒന്ന്, ആ കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സും കാര്യങ്ങളും ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന എന്തെങ്കിലും രോഗങ്ങൾ അല്ലെ, ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും. ആൻഡ് ഓൾസോ നമുക്ക് എന്ത് മനസ്സിലാകും? ആ കുഞ്ഞിന്റെ സെക്സ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്സ് ഡിറ്റർമിനേഷൻ ഇസ് ഓൾസോ പോസിബിൾ. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അമ്നിയോസെന്റസിസ്. അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ചെയ്യും? യൂട്രസിന്റെ ഉള്ളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫീറ്റൽ സെൽസ് ആൻഡ് ആ സെൽസിലുള്ള ക്രോമസോമൽ പാറ്റേൺ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു. ക്രോമസോമൽ പാറ്റേൺ മനസ്സിലാക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ളതും, പിന്നെ ഒന്ന് സെക്സ് ഡിറ്റർമിനേഷൻ, കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കും. അപ്പൊ പണ്ട് ഇത് നല്ല വ്യാപകമായിട്ട് നാട്ടിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഗവൺമെന്റ് നോക്കുമ്പോഴേ, അതായത് പെൺകുഞ്ഞാണ് ജനിക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ
പാരന്റ്സ് എന്ത് ചെയ്യുക, MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എബോട്ട് ചെയ്യുക. കാരണം പെൺകുട്ടി ജനിക്കുകയാണെങ്കിൽ ഭാവിയിൽ സ്ത്രീധനം കൊടുക്കണം, പിന്നെ പെൺകുട്ടീനെ പഠിപ്പിച്ച് വളർത്തിയാൽ വലിയ ഗുണമൊന്നുമില്ല, അങ്ങനത്തെ കുറെ മണ്ടത്തരങ്ങൾ ഉള്ളത് കൊണ്ട് എന്താ അധിക പേരും എന്ത് ചെയ്യുന്നത്, പെൺകുഞ്ഞുങ്ങളെ എബോട്ട് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഫീമെയിൽ ഫീറ്റിസൈഡ്സ്. എന്താ ഫീമെയിൽ ഫീറ്റിസൈഡ്സ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ അതിക്രമിച്ചപ്പം ഗവൺമെന്റ് പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലെ, ആയിക്കോട്ടെ നിങ്ങൾ അഹങ്കാരത ഇപ്പൊ ശരിയാക്കി തരാം. എംനിയോസെന്റസിനെ അങ്ങോട്ട് ബാൻ ചെയ്തു. ഓക്കെ, എന്താ ഗവൺമെന്റിന്റെ തീരുമാനം ഇതിലൂടെ? അതായത് ഡോക്ടേഴ്സ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റൽ അധികൃതർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാരന്റ്സ് ആയിക്കോട്ടെ, അവർക്ക് അറിയണ്ട എന്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന്. ജനിച്ച് കഴിഞ്ഞിട്ട് അവർ മനസ്സിലാക്കിയാൽ മതി എന്റെ കുഞ്ഞ് ആണാണ്, എന്റെ കുഞ്ഞ് പെണ്ണാണ് എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, എംനിയോസെന്റസിനെ ബാൻ ചെയ്തത്. സോ ഇവിടെ യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്താ പറയാ, ജനറ്റിക് ഡിസോർഡേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇതുവഴി, ആൻഡ് സെക്സ് ഡിറ്റർമിനേഷനും പോസിബിൾ ആണെന്നുള്ളതാണ്. ഓക്കെ, എന്താ മിസ്യൂസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫീമെയിൽ ഫീറ്റിസൈഡ്സ്. ഓക്കെ, പ്രീ ബോൺ ഗേൾ ചൈൽഡിനെ എന്ത് ചെയ്യുന്നു, അതായത് എബോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ മിസ്യൂസ്. ഫീമെയിൽ ഫീറ്റിസൈഡ്സ് എന്ന് എഴുതിയാലും മതി കേട്ടോ. In human beings, the cause of a genetic disorder is the presence of an additional copy of chromosome number 21, that is trisomy of 21. ഓക്കെ, അപ്പൊ നമ്മൾ അന്യൂപ്ലോയിഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. അന്യൂപ്ലോയിഡിയിൽ നമ്മൾ 2 പഠിച്ചിട്ടുണ്ട്. ഒന്ന് മോണോസോമി, മറ്റൊന്ന് ട്രൈസോമി. എന്താണ് ട്രൈസോമി? സോ നമുക്കറിയാം നമ്മുടെ ടോട്ടൽ സെറ്റ് ഓഫ് ക്രോമസോം എത്രയാണ്, 46 ക്രോമസോംസ് ആണുള്ളത് അല്ലെ. മോണോസോമി എന്ന് പറഞ്ഞാൽ 46 എന്ന് പറഞ്ഞാൽ 2n ഉണ്ടല്ലേ, പക്ഷെ മോണോസോമി എന്ന് പറഞ്ഞാൽ എന്താ 2n-1, അതായത് ടോട്ടൽ എത്രയാവും 45 ക്രോമസോംസ്. ട്രൈസോമി എന്ന് പറഞ്ഞാൽ എന്താ 2n+1, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് 47 ആകും. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രൈസോമി കണ്ടീഷൻ ആണ്. ഓക്കെ, ട്രൈസോമി എന്ന് പറഞ്ഞാൽ അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം. ആൻഡ് അവർ ഏത് ക്രോമസോം പെയറിനെയാ പറയുന്നത്, 21ാമത്തെ ജോഡി ക്രോമസോമിൽ ഒരു എക്സ്ട്രാ കോപ്പി ഓഫ് ക്രോമസോം വന്നിരിക്കുന്നു അല്ലെ. അതായത് ഇങ്ങനെ ഉണ്ടാകേണ്ടത് അല്ലെ എന്താവും, ഇതുപോലെ ഇരിക്കും. അപ്പം 21st പെയറിൽ 3 ക്രോമസോംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ട്രൈസോമി ഓഫ് 21. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് ഡിസീസ് അല്ലെ, ഡൗൺ സിൻഡ്രോം. ദാറ്റ് ഇസ് ഡൗൺ സിൻഡ്രോം. സോ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് എന്താകും, അതായത് 47 ആകും. കണ്ടീഷൻ എന്താണ്, 45A + XX or XY. 45A + XX or XY ആണ് കണ്ടീഷൻ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ബ്രോഡ് ഫേസ് ആയിരിക്കും, കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാകും, അതുപോലെ നോസ് ഫ്ലാറ്റ് ആയിരിക്കും, വായ ഇങ്ങനെ പകുതി തുറന്നിട്ടാണ് ഉണ്ടാവുക, നാക്ക് എന്ന് പറയുന്നത് ഫറോഡ് ടങ് ആയിരിക്കും, പാമൊക്കെ ഭയങ്കര ബ്രോഡ് ആയിരിക്കും, മെന്റൽ റിട്ടാർഡേഷൻ, ഫിസിക്കൽ റിട്ടാർഡേഷൻ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ട്രൈസോമി 21 എന്ന് കേട്ട് അപ്പൊ തന്നെ പറഞ്ഞോളൂ, ദാറ്റ് ഇസ് ഡൗൺ സിൻഡ്രോം. Observe the given diagram of nucleosome and identify the parts A and B. ഓക്കെ, അപ്പൊ എയും ബിയും മനസ്സിലാക്കണം. അപ്പൊ ഈ തന്നിരിക്കുന്നത് എന്താണ്, ന്യൂക്ലിയോസോം ആണ് അല്ലെ, ന്യൂക്ലിയോസോം ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ന്യൂക്ലിയോസോമിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതായത് ബീഡ്സ് ഓൺ സ്ട്രിങ്. ഈ ബീഡ്സ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ ഓഫ് DNA ബീഡ്സ് എന്താന്ന് ചോദിക്കും. ബീഡ്സ് ന്യൂക്ലിയോസോം ആണ് കേട്ടോ. അതും എനിക്ക് തോന്നുന്നു ഒരു തവണ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ ന്യൂക്ലിയോസോമിൽ എന്തൊക്കെ ഉണ്ടടാ, ഈ കാണുന്ന പാർട്ട് നിങ്ങൾ കണ്ടോ, ഒരു ബോൾ പോലെ ഇരിക്കുന്ന ഭാഗം കണ്ടോ, ദിസ് ഈസ് കോർ ഓഫ് ഹിസ്റ്റോൺ മോളിക്യൂൾ. അതെന്താണ്, ഹിസ്റ്റോൺ മോളിക്യൂളിന്റെ കോർ ആണ്, അല്ലെങ്കിൽ നമുക്കിതിനെ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കാം. എന്താ വിളിക്കാം, ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കാം. സോ നമുക്കറിയാം, അതായത് നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA അല്ലെ, നെഗറ്റീവ്ലി ചാർജ്ഡ് DNA പോസിറ്റീവ്ലി ചാർജ്ഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസിൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ റാപ്പ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ബീഡ്സ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ, അതായത് മുത്തുകൾ കോർത്ത് വെച്ച ഒരു എന്താ പറയുക, ഒരു മാലയായിട്ടാണ് നമുക്കിത് കാണുന്നത് അല്ലെ, മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ. അപ്പൊ ഇവിടെ ഈ സാധനമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത്. ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൽ മൊത്തം 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ടാകും. എത്ര ഉണ്ടാകും, 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ടാകും. ഓക്കെ, H2A 2 H2B 2 H3 2 H4 2. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ H1 എവിടെ, H1 ഹിസ്റ്റോൺ പ്രോട്ടീൻ എങ്ങനെയാ വരുന്നത്, H1 ഹിസ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ DNA ഈ ഒക്ടാമറിന്റെ മേലെ എന്ത് ചെയ്യണം, ഉറപ്പിച്ച് നിർത്തണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് H1 ഹിസ്റ്റോൺ ഉള്ളത്. ഓക്കെ, H1 ഹിസ്റ്റോൺ ഉള്ളത്. ഈ കംപ്ലീറ്റ് മോഡലിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം മോഡൽ. ഓക്കെ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ എ എന്താണ്, വാട്ട് ഇസ് എ എന്ന് പറയുന്നത് DNA. എന്തുകൊണ്ടാണ് എ DNA ആയത്, എന്തുകൊണ്ടാണ്, കാരണം DNA നമ്മൾ ഹിസ്റ്റോൺ ഒക്ടാമറിൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ എ എന്ന് പറയുന്നത് DNA ആണ്. ആൻഡ് ബി എന്താണ്, ബി എന്താ, ഈ ബോൾ ആണ് ബി അല്ലേ. ബി എന്താണ്, ഹിസ്റ്റോൺ ഒക്ടാമർ ആണ്. ഓക്കെ, ഹിസ്റ്റോൺ ഒക്ടാമർ ആണ്.
അതേപോലെ തന്നെ അതെ ഇയാൾ നിങ്ങൾ കണ്ടോ, ഇതാണ് നമ്മുടെ H1 histone. ദിസ് ഇസ് H1 histone. ഓക്കെ, സെറ്റ്. Australian marsupials and Darwin finches are the examples of Australian marsupials, Darwin finches and അതിന്റെ കൂടെ തന്നെ ഓസ്ട്രേലിയയിലുള്ള പ്ലാസെന്റൽ മാമൽസ്. ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞേ? അനലോഗസ് ഓർഗൻസ് ആണോ? അല്ല. പാൻസ്പെർമിയ അല്ല അല്ലെ. പാലിയന്റോളജി അല്ല. അനലോഗസ് ഓർഗൻസ് നമുക്കറിയാം, സ്ട്രക്ചറലി ഡിഫറെന്റ് ബട്ട് ഫംഗ്ഷൻ സിമിലർ, അങ്ങനെയുള്ള ഓർഗൻസ് ആണ് അനലോഗസ് ഓർഗൻസ്. പാൻസ്പെർമിയ തിയറി എന്ന് പറയുന്നത് നമ്മൾ എന്താ ഒറിജിൻ ഓഫ് ലൈഫിൽ പഠിക്കുന്നതാണ്. അതായത് എന്താ പറയുക, നമ്മളെ ലൈഫ് ബിയറിംഗ് സ്പോർട്സ് ആകസ്മികമായിട്ട് നമ്മളെ ഭൂമിയിൽ വന്ന് പതിക്കുന്നു ആൻഡ് അതൊരു ജീവനായിട്ട് മാറുന്നു. പാലിയന്റോളജി എന്ന് പറഞ്ഞാൽ ഫോസിൽ സ്റ്റഡി അല്ലെ? യെസ്. അപ്പൊ എന്തായിരിക്കും ആൻസർ? അഡാപ്റ്റീവ് റേഡിയേഷൻ. ദ റൈറ്റ് ആൻസർ ഇസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് അറിയാലോ? ഒരു ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയ. ഓക്കെ, ജോഗ്രഫിക്കൽ ഏരിയ. ഈ ജോഗ്രഫിക്കൽ ഏരിയയിൽ നടക്കുന്ന ഒരു എവല്യൂഷൻ ആണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ എന്തുണ്ടാകും? ആൻസസ്റ്റേഴ്സ് ഉണ്ടാവും അല്ലെ? ഈ ആൻസസ്റ്റേഴ്സ് അതേ ജോഗ്രഫിക്കൽ ഏരിയയുടെ പല ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഫുഡിന് വേണ്ടിയിട്ടോ ഷെൽട്ടറിന് വേണ്ടിയിട്ടോ മേറ്റിന് വേണ്ടിയിട്ടോ ഒക്കെ അതേ ജോഗ്രഫിക്കൽ ഏരിയയുടെ പല പല ഹാബിറ്ററ്റിലേക്ക് അവരെന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ അവരെത്തിപ്പെട്ട ഹാബിറ്ററ്റിൽ സർവൈവ് ചെയ്യാനുള്ള കുറെ ചേഞ്ചസ് അവരുടെ ബോഡിയിൽ നടക്കുന്നു. അങ്ങനെ അവരൊരു ന്യൂ സ്പീഷിയായി മാറുന്നു. അതായത് പുതിയ സ്പീഷീസ് അങ്ങനെ ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത് അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആ ജോഗ്രഫിക്കൽ ഏരിയയിൽ പുതിയ സ്പീഷീസിനെ ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ദ റൈറ്റ് ആൻസർ ഇസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരേ സ്ഥലത്ത് 2 അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കുക അല്ലെങ്കിൽ മോർ ദാൻ 1 അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കുകയാണെങ്കിൽ അത് എന്ത് എവല്യൂഷനാണ്? എന്ത് എവല്യൂഷനാണ്? കൺവർജന്റ് എവല്യൂഷൻ ആണ് കേട്ടോ. അതായത് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസിനും അതുപോലെ പ്ലാസെന്റൽ മാമൽസിനും ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് എന്ത് നടന്നിട്ടുണ്ട്? കൺവർജന്റ് എവല്യൂഷൻ. ഓക്കെ, പക്ഷെ അഡാപ്റ്റീവ് റേഡിയേഷൻ ഒറ്റയ്ക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും അത് ഡൈവർജന്റ് എവല്യൂഷൻ ആണ്. യെസ്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. മക്കളെ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സ്പെർമിന്റെ സ്ട്രക്ചർ, oogenesis, അതുപോലെ തന്നെ സ്പെർമാറ്റോജെനസിസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഗ്രാഫ്, ഇതെന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. ഇവിടെ പറഞ്ഞ നെയിം ദ പാർട്സ് എക്സ് ആൻഡ് വൈ. എക്സ് എന്താണ്? എക്സ് ഇതാണ് അല്ലെ. വൈ എന്താണ്? വൈ ഇതുമാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു സ്പേമിന്റെ സ്ട്രക്ചർ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു ഹെഡ് ഉണ്ടാകും, പിന്നെ ഒരു നെക്ക് ഉണ്ടാകും, ഒരു മിഡിൽ പീസ് ഉണ്ടാകും, പിന്നെ വൈ എന്താണ്? വൈ ടെയിലാണ് കേട്ടോ. വൈ ടെയിലാണ്. ഓക്കെ, വൈ ഈസ് ടെയിൽ ഉണ്ടാവും. ഓക്കെ, ഇനി ഹെഡിന്റെ മാത്രം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹെഡിൽ ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതായത് തലയിൽ ഒരു തൊപ്പിയുണ്ട്, ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ. അതാണ് എക്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്രോസോം. എന്താണ് വിളിക്കുക? ആക്രോസോം. ഇറ്റ് ഇസ് കോൾഡ് ആസ് ആക്രോസോം. സോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആക്രോസോം ആണ്. പിന്നെ അത് കൂടാതെ ഹെഡിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിലാണ് ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് സ്പേമിനെ കവർ ചെയ്തിട്ട് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. മിഡിൽ പീസിന്റെ പ്രത്യേകത എന്താ? മിഡിൽ പീസിൽ എന്തുണ്ട്? മൈറ്റോകോൺട്രിയ ഉണ്ട് അല്ലെ. മൈറ്റോകോൺട്രിയ എന്തിനു വേണ്ടിയിട്ടാ? ഇവർക്ക് സ്പീഡിൽ സ്വിം ചെയ്യേണ്ട, എന്നാലല്ലേ ഓവത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. സോ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. ഓക്കെ, സോ മൈറ്റോകോൺട്രിയ ഇസ് പ്രസന്റ് ഇൻ മിഡിൽ പീസ്. ഓക്കെ, സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞു. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ. എന്താ എക്സിന്റെ ഫങ്ഷൻ? ഈ ഹെഡില് ആക്രോസോം ഉണ്ട്. ആക്രോസോമിൽ ധാരാളം എൻസൈംസ് ഉണ്ട്, ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഉണ്ട്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ നോക്കിക്കേ. അതായത് ഇത് നമ്മുടെ എഗ്ഗാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഓവമാന്ന് വിചാരിക്കുക. ഓവത്തിന് ഒരു ലെയർ ഉണ്ട് അല്ലെ. എന്താ? സോന പെലൂസിഡ. അപ്പൊ എപ്പോഴാണോ സ്പേംസ് വന്നിട്ട് ഇങ്ങനെ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അപ്പം ഏറ്റവും വിദഗ്ധനായിട്ടുള്ള സ്പേം ആണ് എന്ത് ചെയ്യുന്നത്? ആക്റ്റീവായിട്ട് ഫെർട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. സോ അത് ഏത് സ്പേം ആണോ, അതായത് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നത് ഏത് സ്പേം ആണോ, കാരണം ഇഷ്ടംപോലെ സ്പേംസ് ഉണ്ടാവും, അതിൽ ആരാണോ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നത് ആ സ്പേമിന്റെ ആക്രോസോമിൽ നിന്ന് എന്ത് റിലീസാകും? എൻസൈംസ് റിലീസാകും. അതായത് ഹയാലുറോണിഡേസ്. ഓക്കെ, ഹയാലുറോണിഡേസ് പോലുള്ള എൻസൈംസ് റിലീസ് ആകും. ഈ എൻസൈംസ് എന്താ ചെയ്യുക? സോന പെലൂസിഡയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കും, കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കും. ഓക്കെ, ഈ ചേഞ്ചസ് എന്തിനു വേണ്ടിയിട്ടാ? പോളിസ്പെർമി പ്രിവെന്റ് ചെയ്യാൻ. എന്തിനാണ്? പോളിസ്പെർമി പ്രിവെന്റ് ചെയ്യുന്നത്. അതായത്
ഈ സ്പേം എന്തായാലും എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്തു, ഇനി വേറൊരു സ്പേം വന്നിട്ട് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ പാടില്ല. സോ അതിന് വേണ്ടിയിട്ട് വേറെ ഒരു സ്പേമിനെയും കടത്തി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്രോസോമിലുള്ള എൻസൈംസ് എന്ത് ചെയ്യുന്നത്, സോന പെലൂസിഡയിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ സ്പേമിന്റെ ഹെഡ് എസ്പെഷ്യലി ന്യൂക്ലിയസ് നേരെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നു, എന്നിട്ട് നമ്മുടെ എഗ്ഗിന്റെ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഉണ്ടാവുന്നു. ഇതാണ് സംഭവിക്കുന്നത്. സോ ആക്രോസോമൽ എൻസൈംസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഫോർ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഹെൽപ്സ് ഫോർ ഫെർട്ടിലൈസേഷൻ എസ്പെഷ്യലി ഒന്ന് പ്രിവെൻസ് പോളിസ്പെർമി ആൻഡ് ഓൾസോ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, അതായത് ഇറ്റ് അലൗസ് സ്പേം ടു എൻ്റർ ഇൻ ടു സൈറ്റോപ്ലാസം ഓഫ് egg. Okay, it allows sperm to enter cytoplasm of egg. Prevents polispermy. രണ്ടാമത്തത് enables sperm to enter into cytoplasm of egg. Okay, സെറ്റ് ആയല്ലോ. ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് എഴുതുന്നത് കാണുന്നുണ്ടാവില്ല, അതിനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്ര മാത്രം ആൻസർ എഴുതിയാൽ മതി. എടാ മക്കൾ ഒരൊറ്റ സെക്കൻഡ് ഞാനൊരു കാര്യം നോക്കിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കറക്റ്റ് ഇറ്റ്. മെൻസ്ട്രുവൽ സൈക്കിൾ സീസസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി. Seminal vesicle is a part of female reproductive system. The process of fusion of a sperm and ovum is called fertilization. ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് നോക്കിക്കാം, മെൻസ്ട്രുവൽ സൈക്കിൾ സീസസ് ഡ്യൂറിംഗ് പ്രഗ്നൻസി. യെസ്, നമ്മളെ പ്രഗ്നൻസിന്റെ സമയത്ത് മെൻസ്ട്രുവൽ സൈക്കിൾ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു ഓവം സ്പേമിനെ ഫെർട്ടിലൈസ് ചെയ്തു, അതായത് ഓവം സ്പേം ഫെർട്ടിലൈസ് ചെയ്യുന്നു, ആൻഡ് അവിടെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തു, ഒരു കുഞ്ഞ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ആ സമയത്ത് മെൻസ്ട്രുവൽ സൈക്കിൾ ഉണ്ടാവുന്നില്ല, ഓവുലേഷൻ ഉണ്ടാവുന്നില്ല, ഓവത്തിന്റെ റിലീസ്, പ്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇത് എപ്പോൾ വരെ നീണ്ടു നിൽക്കും? പ്രസവം കഴിഞ്ഞ് നമ്മൾ ആ ഒരു ആദ്യത്തെ 6 മാസം എന്ന് പറയുന്നത് കുഞ്ഞിന് നന്നായിട്ട് പാല് കൊടുക്കുന്ന സമയമാണ് അല്ലേ. സോ ആ ഒരു ലാക്ടേഷൻ പീരീഡിലും എന്ത് നടക്കുന്നില്ല, ഈ ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ അല്ലെങ്കിൽ ഓവുലേഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അത് നമ്മൾ ഓൾറെഡി റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ ലാക്ടേഷനിൽ അമിനോറിയയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി ലാസ്റ്റ് നോക്കിക്കേ, ഓവവും അതുപോലെ തന്നെ സ്പേമും ഫെർട്ടിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ ഫെർട്ടിലൈസേഷൻ എന്നാണോ വിളിക്കുക? അതെ, വേറെ എന്ത് പേരാ വിളിക്കണ്ടേ? ഇറ്റ് ഇസ് കറക്റ്റ്. ബി ആണ്, സെമിനൽ വെസിക്കിൾ ഇസ് എ പാർട്ട് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. തെറ്റല്ലേ? സെമിനൽ വെസിക്കിൾ അല്ലെ, മെയിൽ ആക്സസറി ഗ്ലാൻസ്, അതിലാണ് നമ്മൾ സെമിനൽ വെസിക്കിൾ, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. സോ മെയിൽ ആക്സസറി ഗ്ലാൻസ്, അതിൽ ഒരാളാണ് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അല്ലെ, ഇയാളല്ലേ ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെ? ഫ്ലൂയിഡിനെ എന്താണ്, അതായത് നമ്മുടെ സെമിനൽ പ്ലാസ്മ അല്ലെ, സെമിനൽ പ്ലാസ്മേനെ സെക്രീറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഈ സെമിനൽ പ്ലാസ്മ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭയങ്കര ന്യൂട്രീഷണൽ വാല്യൂ ആണ്. കാൽഷ്യം, ഫ്രക്ടോസ് പോലെ ഇഷ്ടം പോലെ ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ എന്തിലുണ്ട്? ഈ സെമിനൽ പ്ലാസ്മയിൽ ഉണ്ടെന്ന് അല്ലേ. ഈ സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടി മിക്സ് ആവുമ്പോഴാണ് നമുക്ക് സീമൻ കിട്ടുന്നത്, അതാണ് ഇജാക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സെമിനൽ വെസിക്കിൾ ഇസ് എ പാർട്ട് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സെറ്റ് ആയല്ലോ? യെസ്, 2 മാർക്ക് കിട്ടും. കറക്റ്റ് ചെയ്ത് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ സെലക്ട് ചെയ്താൽ മാത്രം പോരാ, ഫീമെയിൽ എന്നുള്ളത് മാറ്റിയിട്ട് മെയിലിൽ നിങ്ങൾ ആക്കിയേ പറ്റുള്ളൂ. റൈറ്റ് എനി വൺ ഫംഗ്ഷൻ ഓഫ് ദ ഫോളോയിങ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഹ്യൂമൻ. എന്തൊക്കെ തന്നിട്ടുണ്ട്? കോർപ്പസ് ലൂട്ടിയവും സെർട്ടോളി സെൽസും. സോ എന്താണ് കോർപ്പസ് ലൂട്ടിയം? അതായത് ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ട് അല്ലെ, ഗ്രാഫിയൻ ഫോളിക്കിൾ. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് എന്തിനെ റിലീസ് ചെയ്യും? എഗ്ഗിനെ റിലീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് വിളിക്കുക, ഓവുലേഷൻ. ഓക്കെ, ഇതെന്ത് സ്ട്രക്ചറാണ്? ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇതാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പൊ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് എഗ്ഗിനെ റിലീസ് ചെയ്യുന്ന ഓവുലേഷൻ എന്നാണ് അതിനെ പറയുക. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പിന്നീട് എന്തായിട്ട് മാറും? അത് നല്ല ഭംഗിയുള്ള കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുന്നു. എന്താ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ? അതായത് കോർപ്പസ് ലൂട്ടിയം ആണ് പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ ഓവുലേഷന് ശേഷം ഒരു ഓവം നമ്മുടെ ഫെലോപ്പിൻ ട്യൂബിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഈ ഓവത്തിന് സ്പേം വന്ന് ഫെർട്ടിലൈസ് ചെയ്ത് അവിടെ ഒരു പ്രഗ്നൻസിക്കുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം ഈ കോർപ്പസ് ലൂട്ടിയം അപ്പം തന്നെ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. പ്രൊജസ്ട്രോൺ ഓടിപ്പോയിട്ട് എന്താ ചെയ്യുക? അതായത് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മളെ യൂട്രസിൽ നടത്തുന്ന ആളാണ് പ്രൊജസ്ട്രോൺ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ഫോർ ദി മെയിൻ്റനൻസ് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ പ്രഗ്നൻസി. പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതും എല്ലാം പ്രൊജസ്ട്രോൺ ആണ്. യെസ്, അടുത്തതാണ് സെർട്ടോളി സെൽസ്. എന്താ സെർട്ടോളി സെൽസ്? അതായത് നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടാവില്ലേ മെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റില്,
ടെസ്റ്റസ് ഉണ്ട് അല്ലെ, ടെസ്റ്റസിന്റെ അകത്താണ് സെമിനിഫറസ് ട്യൂബ്യൂൾ ഉള്ളത്. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്തും പുറത്തും സെൽസ് ഉണ്ട്. അതിന്റെ അകത്ത് 2 സെൽസ് ഉണ്ട്, ഇൻസൈഡ് 2 സെൽസ്. ഒന്ന് നമ്മൾ ഓൾറെഡി അറിയാം, സ്പെർമാറ്റോഗോണിയ. രണ്ടാമത്തതാണ് സെർട്ടോളി സെൽസ്. എന്താണ് സെർട്ടോളി സെൽസ്? അപ്പം സ്പെർമാറ്റോഗോണിയാണ് എന്തായിട്ട് മാറുക? സ്പെർമാറ്റോജെനസിസിലൂടെ ആദ്യം എന്ത് ചെയ്യും? സ്പെർമാറ്റിഡ് ആയിട്ട് മാറും, പിന്നെ സ്പെർമാറ്റോസോവയായിട്ട് മാറുന്നത്. ഓക്കെ, സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്പെർമാറ്റോഗോണിയയ്ക്കും ഉണ്ടാവുന്ന സ്പെർമാറ്റിഡിനും ഒക്കെ എന്ത് കൊടുത്തുകൊണ്ടിരിക്കും? ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതായത് സ്പെർമാറ്റോഗോണിയന്റെ നറിഷ്മെന്റ് ആണ് പ്രധാനമായിട്ടും ആരുടെ ഫംഗ്ഷൻ? സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ. അല്ലെങ്കിൽ സ്പെർമാറ്റിഡിനും വേണ്ട ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുക, എന്നാലല്ലേ സ്പെർമാറ്റിഡ് എന്തായിട്ട് മാറുള്ളൂ? സ്പേമായിട്ട് മാറുള്ളൂ. സോ സ്പെർമാറ്റിഡ്സിനും പിന്നെ ഗ്രോയിങ് സ്പേമിനും ഒക്കെയുള്ള ന്യൂട്രീഷൻ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെർട്ടോളി സെൽസ് ആണ്. സോ നറിഷ്മെന്റ് ഈസ് ദെയർ മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും? ഇറ്റ് സെക്രീറ്റ്സ് പ്രൊജസ്ട്രോൺ. സെർട്ടോളി സെൽസ് എന്ത് ചെയ്യും? ഇറ്റ് നറിഷ് ദ ഗ്രോയിങ് സ്പേം during spermatogenesis. Observe the diagram. Identify the process of sterilization shown in the picture. How does this method helps in contraception? ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്നത് എന്താ? അപ്പൊ നമ്മൾ പല ടൈപ്പ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെ ടൈപ്പ് പഠിച്ചിട്ടുണ്ട്? അതായത് എന്തൊക്കെ ഇരുന്നോടാ? ബാരിയർ മെത്തേഡ്, നാച്ചുറൽ മെത്തേഡ്, IUDs, പിന്നെന്തായിരുന്നു? ഇംപ്ലാന്റ്സ്, പിന്നെന്തായിരുന്നു? പിൽസ് അല്ലെ, പിൽസ്. അങ്ങനെ കുറേ ടൈപ്പ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അതിലൊരു മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഇതിനെ നമുക്ക് സർജിക്കൽ മെത്തേഡ് എന്ന് കൂടി വിളിക്കാൻ പറ്റും. ഓക്കെ, ഇത് 2 പേരിലും നടക്കുന്നുണ്ട്. അതായത് മെയിലിലും നടക്കുന്നുണ്ട്, ഫീമെയിലും നടക്കുന്നുണ്ട്. അപ്പൊ മെയിലിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വാസ് ഡിഫറൻസ് ആണ് കട്ട് ചെയ്തിട്ട് ടൈ ചെയ്ത് വെക്കുക. സോ നമുക്ക് അതിനെ വാസെക്ടമി എന്ന് വിളിക്കാം അല്ലെ. വാസ് ഡിഫറൻസ് ഉണ്ടല്ലോ, ഇതെന്താണ്? ടെസ്റ്റസ് ആൻഡ് ദിസ് ഇസ് വാസ് ഡിഫറൻസ്. ഈ വാസ് ഡിഫറൻസിന് എന്ത് ചെയ്യുന്നു? ഇവിടെ കട്ട് ചെയ്തിട്ട് അവിടെ കെട്ടിവെക്കുന്നു. സോ ഗാമീറ്റിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നില്ല. ദിസ് ഇസ് വാസെക്ടമി. ഇത് മെയിലിലാണ്. ഫീമെയിലിന്റെ കേസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഫീമെയിലിൽ നിങ്ങൾ നോക്കിക്കേ, ഇത് ഫെലോപ്പിയൻ ട്യൂബ് ആണ് അല്ലെ, ഫെലോപ്പിയൻ ട്യൂബ്. ഈ ഫെലോപ്പിയൻ ട്യൂബിനെയാണ് നമ്മൾ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ഫീമെയിലിൽ ഇതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? ട്യൂബക്ടമി. ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ചത് കൊണ്ട് ഇറ്റ് ഇസ് കോൾഡ് ആസ് ട്യൂബക്ടമി. ഓക്കെ, എങ്ങനെയാണ് ഇത് കോൺട്രാസെപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്? സോ ആക്ച്വലി ഓവവും സ്പേമും മീറ്റ് ചെയ്താൽ, അതായത് ഫെലോപ്പിയൻ ട്യൂബിൽ ആരുണ്ടാവും? ഓവം ഉണ്ടാവും അല്ലെ. അതേപോലെ തന്നെ സ്പേം യൂട്രസിലൂടെ ഓടി വന്ന് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എത്തുകയാണ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യും. അപ്പോഴല്ലേ പ്രഗ്നൻസി ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് ടൈ ചെയ്ത് വെച്ചു. അപ്പൊ സ്പേമിന് ഓവത്തിനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സ്പേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓവവുമായിട്ട് മീറ്റ് ചെയ്യാനേ പറ്റില്ല. അവരെ നമ്മൾ അവിടെ വേർപിരിക്കുക ചെയ്തത്. ഒരു മതിൽക്കെട്ട് നമ്മൾ അവിടെ പണിഞ്ഞു. ഓക്കെ, അപ്പൊ സ്പേം ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ദൂരെ നോക്കി നിൽക്കുമ്പോൾ അവിടെ ഓവൻ ഉണ്ടാവും, പക്ഷെ അടുത്തെത്താൻ പറ്റില്ല. സോ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഓക്കെ, ഇത് ശരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്സ് ആണ്. കാരണം എന്താ? ഇതൊരു ടെമ്പററി മെത്തേഡ് അല്ല, ഇതൊരു പെർമനന്റ് മെത്തേഡാണ്. ആൻഡ് റിവേഴ്സിബിലിറ്റി വളരെ പുവർ ആണ്. അതായത് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുഞ്ഞ് വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. Human ABO blood group is an example of codominance. Do you agree with the statement? Yes. നമ്മൾ മെന്റേലിയൻ ഡീവിയേഷൻസിലാണ് എന്ത് പഠിക്കുന്നത്? കോഡോമിനൻസ് പഠിക്കുന്നത് അല്ലെ. എന്താ കോഡോമിനൻസ്? വാട്ട് ഈസ് മെൻ ബൈ കോഡോമിനൻസ്? അതായത് 2 alleles expressed together, അതിനെയാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? 2 alleles ഉണ്ടാവും അല്ലെ. 2 ട്രേറ്റ്സ് ആണ് ഒരു ക്യാരക്ടറിന് ഉണ്ടാവുക. ആ 2 ട്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തുണ്ടാകും? 2 alleles ഉണ്ടാവും. അതായത് ഒരു ജീനിന് തന്നെ ഓൾട്ടർനേറ്റ് ഫോംസ് ഉണ്ട്, അതാണ് എലീൽസ്. അപ്പം 2 ട്രേറ്റിന് ഉണ്ടാവണമെന്നില്ല കേട്ടോ, പക്ഷെ എന്തായാലും 2 എലീൽസ് ഉണ്ട്. അപ്പൊ ഈ 2 എലീൽസിൽ ഒരു എലീൽ എക്സ്പ്രസ്ഡ് ആവും, ഒരു എലീൽ സപ്രസ്ഡ് ആവും. അതായത് ഒരു എലീൽ മറ്റൊരു എലീലിന്റെ മേലെ ഡൊമിനൻസി കാണിക്കും. അതുകൊണ്ടാണ് ടോള് ഡ്വാർഫ് വരുമ്പോൾ എന്താവുന്നത്? ടോള് മുന്നിൽ നിൽക്കുന്നത് അല്ലേ. സോ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ടി എന്ന് പറയുന്നതാണ് ശരിക്കും ഡൊമിനന്റ്. സ്മോൾ ടി എന്താ? അത് റെസസീവ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് മെന്റലിന്റെ ആ എക്സ്പെരിമെന്റ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആലോചിക്കുക. സോ ഒരു എലീൽ എന്ന് പറയുന്നത് മറ്റൊരു എലീലിനെ അടിച്ചമർത്തി കൊണ്ട് മുന്നിലേക്ക് വരുന്നു, എക്സ്പ്രസ്ഡ് ആവുന്നു. അതാണ് മെന്റൽ പറഞ്ഞ കാര്യം. പക്ഷെ കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ബോത്ത് ദ എലീൽസ് ആർ എക്സ്പ്രസ്ഡ് ടുഗെദർ. 2 എലീലും, അതായത് ഇയാളും അതെ ഇയാളും അതെ, 2 പേരും ഒരുപോലെ എക്സ്പ്രസ്ഡ് ആവും. ഓക്കെ, ആ എക്സ്പ്രഷൻ ക്യാരക്ടറിൽ റിഫ്ലക്റ്റ് ആവും. അതിനെയാണ് നമ്മൾ കോഡോമിനൻസ് എന്ന് പറയാം. ബോത്ത് എലീൽസ് are expressed together, that is called as
കോഡോമിനൻസ്. ഇതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ വരുന്ന AB ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, AB ബ്ലഡ് ഗ്രൂപ്പ്, AB ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ മക്കളെ നോക്കിക്കേ, അതായത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ നമുക്കറിയാം ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണുള്ളത് അല്ലെ. ശരിക്കും ഒരു ജീനേ ഉള്ളൂ. ഈ ഒരു ജീനിന് 3 എലീൽസ് ഉണ്ട്. 3 എലീൽസ് ഉണ്ട്. ഈ 3 എലീൽസ് ആണ് IA, IB, I. ഇത് 3ഉം കൂടിയാണ് നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, IA, IB, I ഇതാണ് 3 എലീൽസ്. ജീൻ എത്ര? ഒരു ജീനിന് 3 എലീൽസ്. സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, മൾട്ടിപ്പിൾ എലീൽസിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം അല്ലെ. സോ ഈ 3 എലീൽസും കൂടിയാണ് ABO ബ്ലഡ് ഗ്രൂപ്പിനെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാ വരുന്നത്? ഇതെങ്ങനെയാ വരിക? അതായത് ഇപ്പം IAയും അതുപോലെ തന്നെ IAയും വരികയാണെങ്കിൽ അല്ലെ, IA വരികയാണെങ്കിൽ IA വരികയാണെങ്കിൽ ദാറ്റ് ഈസ് A ബ്ലഡ് ഗ്രൂപ്പ്. ഇതെന്താണ്? A ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, ഇത് എന്താ? ഫാദർ ആണെന്ന് വിചാരിക്കുക, ഇത് മദർ ആണെന്ന് വിചാരിക്കുക കേട്ടോ. പിന്നെയോ IB വരികയാണെങ്കിലോ? IB വരികയാണെങ്കിലോ? IB ദാറ്റ് മീൻസ് B ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ഇനി I വരികയാണെങ്കിൽ അത് A ബ്ലഡ് ഗ്രൂപ്പ്. I വരികയാണെങ്കിൽ അത് B ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ഇതിൽ I എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ റെസസീവ് എല്ലീൽ. I ഭയങ്കര റെസസീവ് എല്ലീലാണ് കേട്ടോ. ഓക്കെ, ഇനി സ്മോൾ ഐ വരികയാണെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പ് അല്ലെ. ഒരു കേസും കൂടി ഉണ്ട്, IAയും IBയും. IA ആയിക്കോട്ടെ IB ആയിക്കോട്ടെ, അത് 2 ഡൊമിനന്റ് എലീലുകളാണ്. സ്മോൾ ഐ റെസസീവ് എല്ലീലാണ്. അപ്പൊ ഇവിടെ IAയും IBയും ഒരുമിച്ച് വരികയാണെങ്കിൽ IAയും എക്സ്പ്രസ്ഡ് ആകും, IBയും എക്സ്പ്രസ്ഡ് ആകും. സോ ക്യാരക്ടറിൽ അത് റിഫ്ലക്ട് ചെയ്യും. അതിന്റെ അർത്ഥം എന്ത് ബ്ലഡ് ഗ്രൂപ്പാ? AB ബ്ലഡ് ഗ്രൂപ്പ്. കണ്ടില്ലേ, AB ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോ ഡൊമിനൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ AB ബ്ലഡ് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്താ? അതായത് RBCയുടെ സർഫസിന്റെ മേലെ 2 ആന്റിജൻസും പ്രസന്റ് ആയിരിക്കും. A ആന്റിജനും ഉണ്ടാകും, B ആന്റിജനും ഉണ്ടാകും. ഓക്കെ, 2 ആന്റിജൻസും പ്രസന്റ് ആയിരിക്കും. പക്ഷെ ഇവർക്ക് എന്തുണ്ടാവില്ല? ആന്റിബോഡീസ് ഉണ്ടാവില്ല. ഓക്കെ, സെറ്റ് ആയല്ലോ. സോ AB blood group is an example of codominance. A cross between red flowered and white flowered plants of snapdragon produced pink flowered plants in F1 generation. Identify the genetic phenomenon, illustrate the cross and find out the offsprings in F2 generation. അപ്പം ഇതും എന്തിന്റെ ഭാഗമാണ്? മെന്റേലിയൻ ഡീവിയേഷൻസിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറിനെ നമ്മൾ ക്രോസ് ചെയ്തു. എടുത്ത പ്ലാന്റ് സ്നാപ്ഡ്രാഗൺ ആണ് കേട്ടോ. ഓക്കെ, സ്നാപ്ഡ്രാഗൺ നമുക്ക് ഡോഗ് ഫ്ലവർ എന്ന് വിളിക്കാം, ആന്റിർഹൈനം നാജൂസ് എന്ന് വിളിക്കാം. ഓക്കെ, സ്നാപ്ഡ്രാഗൺ. അപ്പം നമ്മൾ ഇതിനടുത്ത് ക്രോസ് ചെയ്തപ്പോഴേ നമുക്ക് ശരിക്കും പറഞ്ഞാലേ റെഡ് ഡൊമിനന്റ് ക്യാരക്ടറാ. റെഡ് എന്താ? ഡൊമിനന്റ് ക്യാരക്ടർ ആണ്. വൈറ്റ് എന്താ? റെസസീവ് ക്യാരക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ റെഡ് ഫ്ലവർ ആണ് നമുക്ക് കിട്ടേണ്ടതല്ലേ. പക്ഷെ നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? പിങ്ക് ഫ്ലവേർഡ് പ്ലാന്റ്സ്. എവിടെ? ഫസ്റ്റ് ജനറേഷനിൽ പിങ്ക് ഫ്ലവർ നമ്മളിവിടെ കൊടുത്തിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ പിങ്ക് വന്നു? സോ ദിസ് ഇസ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. എന്താണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്? എന്താ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്? ഇത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. എന്താ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 2 എല്ലീലില് ഒരു എല്ലീൽ എന്ത് ചെയ്യും? മറ്റേയാൾ അടിച്ചമർത്തിക്കൊണ്ട് എക്സ്പ്രസ് ആവുന്നു. അതാണ് മെന്റൽ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റെഡിനും വൈറ്റിനും എന്താണ്? ഡൊമിനൻസ് കാണിക്കാൻ പറ്റുന്നില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡൊമിനൻസ് കാണിക്കാൻ പറ്റുന്നില്ല. അതായത് ഇപ്പൊ റെഡ് എടുക്കുകയാണെങ്കിൽ റെഡിന് വൈറ്റിനെ മുഴുവനായിട്ട് അടിച്ചമർത്തിയിട്ട് എക്സ്പ്രസ്ഡ് ആവാൻ പറ്റുന്നില്ല. ഇവർ 2 പേരും പകുതി ഇങ്ങനെ എക്സ്പ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, പാർഷ്യലി എക്സ്പ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡൊമിനൻസ് ഇവിടെ ഒരാളെ മേലെ കാണിക്കുന്നില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഓക്കെ, അതായത് 1 എല്ലീൽ അല്ലെ, 2 എല്ലീൽ ഒരു എല്ലീൽ, 2 എല്ലീലുകളിൽ ഒരു എല്ലീൽ. 1 എല്ലീൽ ഇസ് ഇൻകംപ്ലീറ്റ്ലി ഡൊമിനന്റ് ഓവർ അതർ. ഓക്കെ, ഇൻകംപ്ലീറ്റ്ലി ഡൊമിനന്റ് ഓവർ അതർ. അപ്പൊ ഓഫ് സ്പ്രിംഗിൽ പുതിയ ക്യാരക്ടർ വന്നു, പിങ്ക് ക്യാരക്ടർ വന്നു. ഈ പിങ്ക് എന്ന് പറയുന്നത് എന്തിനെ റിസംബിൾ ചെയ്യുന്നില്ല? പാരന്റ്സിനെ റിസംബിൾ ചെയ്യുന്നില്ല. യെസ്, നമുക്ക് എന്ത് ചെയ്യാം? ഇനി ക്രോസ് ആയിട്ട് ഇതിനെ കാണിക്കാം അല്ലെ, ക്രോസ് ആയിട്ട് കാണിക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് F1 ജനറേഷൻ ആണ് വേണ്ടത്. പാരന്റ്സ് റെഡ് ഫ്ലവേർഡ് പ്ലാന്റും വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റും. ഓക്കെ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഗാമീറ്റ്സ് ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. F1 ജനറേഷൻ കിട്ടുന്നത് എന്താ? ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അങ്ങനെ വന്നാൽ ഓൾ പിങ്ക് ഫ്ലവേഴ്സ്. ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് F2 ജനറേഷൻ കാണണം. F2 ജനറേഷൻ F2. ഓക്കെ, F2 എങ്ങനെയാണ് നമ്മൾ കാണുക? അതായത്
F1 into F1 സെൽഫ് പോളിനേഷൻ ചെയ്യും അല്ലേ, സെൽഫിങ് ചെയ്യും. അപ്പൊ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ 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 ഇങ്ങനെയാണ് കിട്ടുക. പ്യൂണറ്റ് സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പൊ ഇവിടെ എന്താ വരിക, ക്യാപിറ്റൽ ആർ ഇത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇതും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇത് സ്മോൾ ആർ സ്മോൾ ആർ. ഇവിടെ എല്ലാം റെഡ് ഫ്ലവേഴ്സ്, ഇത് പിങ്ക് ഫ്ലവേഴ്സ്, ഇവിടെയോ ഇതും പിങ്ക് ഫ്ലവേഴ്സ് ആൻഡ് ഇതെന്താണ്, ഇത് വൈറ്റ് ഫ്ലവേഴ്സ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഒരു റെഡ് അതായത് ക്യാപിറ്റൽ ആർ കിട്ടി, പ്ലാന്റിനെ കിട്ടി, ഈസ് ടു 2 പിങ്ക് അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടി ആൻഡ് ഒരു വൈറ്റ് അതായത് സ്മോൾ ആറിനെ കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് F2 ജനറേഷൻ കിട്ടിയിരിക്കുന്നത്. F2 ജനറേഷൻ. അപ്പൊ പറഞ്ഞടാ മക്കളെ, ഫീനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെയാ വരിക? ബോത്ത് റേഷ്യോസ് അല്ലെ, ഫീനോട്ടിപ്പിക് റേഷ്യോ ആയിക്കോട്ടെ ജീനോട്ടിപ്പിക് റേഷ്യോ ആയിക്കോട്ടെ, ബോത്ത് ആർ സെയിം. 1:2:1. ഓക്കെ, ഫീനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്, സെയിം ആണ്. ദാറ്റ് ഇസ് 1:2:1. അപ്പം ഇത്രയും ക്രോസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്നാലേ 2 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഈസി അല്ലേ? പക്ഷേ സെറ്റാ. എക്സ്പ്ലെയിൻ ക്രോമസോമൽ മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഡ്രോസോഫില. ഓക്കെ, ഡ്രോസോഫില ഹ്യൂമൻ ബീയിങ്സും ഡ്രോസോഫിലയും ഒക്കെ കാണിക്കുന്നത് എന്ത് ഹെട്രോഗാമിറ്റിയാണ്? മെയിൽ ഹെട്രോഗാമിറ്റിയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മെയിൽ ഹെറ്ററോഗാമിറ്റി. അതായത് മെയിൽ ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 2 types ഓഫ് ഗാമീറ്റ്സ്, 2 types ഓഫ് ക്രോമസോംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ആ സെക്സ് ഡിറ്റർമിനേഷന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്രോസ് വരച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ വരുന്നത്? അതായത് മക്കളെ നോക്കിക്കടാ, എ പ്ലസ് എക്സ് ആണ് ഫീമെയിൽ. ഓക്കെ, എ പ്ലസ് XY ആണ് മെയിൽ അല്ലെ, XY XXXY ക്രോസ് ചെയ്യുന്നു. XXXY XXXY ആൻഡ് XXXY ഇങ്ങനെയാണ് വരുന്നത്. XX വന്നാൽ അത് ഗേൾ ഡ്രോസോഫില, XY വന്നാൽ അത് ബോയ് ഡ്രോസോഫിലയാണ് വരുന്നത്. സോ ഇവിടെ XX കണ്ടീഷൻ വരുന്നത് ഫീമെയിലാണ്. അതായത് ഫീമെയിലിന്റെ ഓവത്തിൽ X ക്രോമസോംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ XY കണ്ടീഷൻ 2 types ഓഫ് ക്രോമസോംസ് വരുന്നത് ആർക്കാ? മെയിൽ ഡ്രോസോഫിലേക്കാണ് അല്ലെ. അവരുടെ ചില സ്പേം X ക്രോമസോമിനെ ക്യാരി ചെയ്യും, ചില സ്പേം Y ക്രോമസോമിനെ ക്യാരി ചെയ്യും. X ക്രോമസോം ഉള്ള സ്പേം ആണ്, അതായത് ആ ഒരു X ഗാമീറ്റ് ആണ് ഓവത്തിന് ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ ഗേൾ ചൈൽഡ്. പക്ഷെ Y ക്രോമസോം ഉള്ള സ്പേം ആണെങ്കിൽ ആ Y സ്പേം ആണ് വന്നിട്ട് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ ബോയ് ചൈൽഡ്. സോ ഇവിടെ Y ആരാ ഉണ്ടാക്കുന്നത്? മെയിൽ അല്ലേ അല്ലെ, എന്നാലല്ലേ ബോയ് ഉണ്ടാവുന്നുള്ളൂ. സോ ഇവിടെ മെയിൽ ഹെട്രോഗാമിറ്റി ആണ് നടക്കുന്നത് ഇൻ ഡ്രോസോഫില കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ക്രോസ് വരച്ചിട്ട് തന്നെ ഇത് കാണിക്കണം കേട്ടോ. യെസ്, റൈറ്റ് എനി 2 points. എനി 2 points എന്ന് അവർ ചോദിച്ചിട്ടുള്ളത് മെയിൽ ഹെട്രോഗാമിറ്റിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഈ ക്രോസും കൂടി വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആൻസർ ഫുൾ ആവും. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിടാ, അതായത് ഇൻ കേസ് നിങ്ങളോട് ബേർഡ്സിന്റെ മെക്കാനിസം ചോദിക്കുകയാണ്, ബേർഡ്സിൽ ഫീമെയിൽ ഹെട്രോഗാമിറ്റി ആണ് കേട്ടോ. ഫീമെയിൽ ഹെട്രോഗാമിറ്റി അതായത് അവർക്ക് ZW മെക്കാനിസം ആണ്. ZW കാണിക്കുന്നത് ഫീമെയിൽ ആണ്. ഓക്കെ, ഫീമെയിൽ ആണ്. അപ്പൊ ഫീമെയിൽ ഹെട്രോഗാമിറ്റിക് ആണെങ്കിൽ എക്സാമ്പിൾ ബേർഡ്സ് കേട്ടോ. S strain inject into mice die. R strain inject into mice live. S strain heat killed inject into mice live. S strain heat killed plus R strain live inject into mice die. Identify the experiment. ഇത് എന്ത് എക്സ്പെരിമെന്റ് ആണ്? ഇത് ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ ആണ്. ആരതാണ്? നമ്മുടെ ഗ്രിഫിത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ. അവിടെ മക്കളെ ഒരൊറ്റ സെക്കൻഡ്. യെസ്, ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രിഫിത്ത്. ഓക്കെ, സോ ആക്ച്വലി നമ്മൾ ഗ്രിഫിത്ത് 1928 എന്ത് ചെയ്തു? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ സ്ട്രെയിൻസിനെ മൈസിൽ കുത്തിവെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട് അല്ലെ. എന്തിനാണ്? എക്സ്പെരിമെന്റൽ ബാക്ടീരിയ ഏതാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ
അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയ്ക്ക് എത്ര സ്ട്രെയിൻസ് ഉണ്ട്? 2 സ്ട്രെയിൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് എന്ത് സ്ട്രെയിൻ ആണ്? എസ് സ്ട്രെയിൻ. ഒന്ന് എന്ത് സ്ട്രെയിൻ ആണ്? ആർ സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ ആർ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ന്യൂമോണിയ ഉണ്ടാക്കുന്നില്ല. ന്യൂമോണിയ എന്ന് പറയുന്ന രോഗം പടർത്താത്ത നോൺ വിറുലന്റ് ടൈപ്പ് ആണ്. ഓക്കെ, നോൺ വിറുലന്റ് ടൈപ്പ് ആണ്. പക്ഷേ എസ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ അവരുടെ ചുറ്റിലും ഒരു മ്യൂക്കസ് കോട്ട് ഉണ്ട്. മ്യൂക്കസ് കോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ന്യൂമോണിയ ഉണ്ടാക്കും. ആൻഡ് ദിസ് ഇസ് വിറുലന്റ് ടൈപ്പ്. ഇവരെന്താ? വിറുലന്റ് ടൈപ്പ് ആണ്. ഓക്കെ, സോ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിലെ ഈ 2 സ്ട്രെയിൻസിനെയാണ് ഇവർ മീൻസ് ഗ്രിഫിത്ത് എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എസ് സ്ട്രെയിറ്റിനെ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ മൈസ് ഡൈ, കാരണം ന്യൂമോണിയ വന്നു. ആർ സ്ട്രെയിനിനെ ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ അത് നോൺ വിറുലന്റ് ടൈപ്പ് അല്ലേ, മൈസ് ജീവിച്ചു. എസ് സ്ട്രെയിറ്റിനെ എന്ത് ചെയ്തു? ചൂടാക്കി. എന്നിട്ട് ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിനെ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തപ്പോഴും മൈസ് ലീവ് ചെയ്തു. പക്ഷേ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിനെ പ്ലസ് ലൈവ് ആയിട്ടുള്ള ആർ സ്ട്രെയിനിനെ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ മൈസ് ഡൈഡ്. ഓക്കെ, ഇതാണ് എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പം ഇതിൽ എന്താ പറയുന്നത്? മൈസ് ഡൈഡ് വെൻ എ മിക്സ്ചർ ഓഫ് ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ആൻഡ് ലൈവ് ആർ സ്ട്രെയിൻ ഇസ് ഇഞ്ചെക്റ്റഡ്. വൈ? എക്സ്പ്ലെയിൻ. ഇതിന് കാരണം എന്താണ്? എസ് സ്ട്രെയിനിൽ നിന്ന് എന്തോ ഒരു കെമിക്കൽ, എന്താണ്? എസ് സ്ട്രെയിനിൽ നിന്ന് എന്തോ ഒരു കെമിക്കല് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്? ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. എന്നിട്ട് ആർ സ്ട്രെയിനിനെ അത് എന്താക്കി കൺവേർട്ട് ചെയ്തു? അത് എസ് സ്ട്രെയിൻ ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തു, ട്രാൻസ്ഫോം ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് എസ് സ്ട്രെയിനിലുള്ള എന്തോ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആർ സ്ട്രെയിനിലേക്ക് എത്തി. ആർ സ്ട്രെയിനെ അത് എന്താക്കി മാറ്റി? എസ് സ്ട്രെയിൻ ആക്കി മാറ്റി. അതുകൊണ്ടാണ് മൈസ് അവിടെ ചത്തുപോയത്. ഓക്കെ, അപ്പം എന്തോ ഒരു സാധനമാണ് ട്രാൻസ്ഫോം ആയത് എന്നാണ് പറഞ്ഞത്, സംതിങ് എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് നമ്മളത് എന്താ പറയുക, കെമിക്കൽ നേച്ചറോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് DNA ആണെന്ന് മനസ്സിലാക്കിയത്. ആ സമയത്ത് അവരതിനെ എന്തോ ഒരു അൺനോൺ പാർട്ടിക്കിൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ഈ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് ഗ്രിഫിത്തിന്റെ ആണ് എന്നുള്ളത് ആദ്യം മറക്കാതിരിക്കുക. കാരണം ഏത് എക്സ്പെരിമെന്റ് ആണെന്ന് എഴുതുന്നതിന്റെ കൂടെ ഗ്രിഫിത്ത് എന്നുള്ള പേര് കൂടി നിങ്ങൾ എഴുതണം. ഓക്കെ, പേര് കൂടി എഴുതണം. ഇത്രയേ ഉള്ളൂ. സെറ്റ് ആയല്ലോ? യെസ്. Classify the following groups of organs or structures into homologous and analogous organs. Okay, എന്താ homologous organs? എന്താ homologous organs? അതായത് structurally similar and functionally different. Function different. ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഹോമലോഗസ് ഓർഗൻസ് അല്ലേ. അപ്പൊ ഇവർക്കൊക്കെ എന്തായിരിക്കും ഉണ്ടാവുക? കോമൺ ആൻസസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. എന്താണ് അനലോഗസ് ഓർഗൻസ്? അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത് അതായത് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ ഫങ്ഷൻ സിമിലർ ആയിരിക്കും. ഓക്കെ, ഫങ്ഷൻ സിമിലർ ആയിരിക്കും. ആൻഡ് ഇവർക്ക് ഡിഫറെന്റ് ആൻസസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. ദേ ഡോണ്ട് ഷെയർ എ കോമൺ ആൻസസ്റ്റർ. ഡിഫറെന്റ് ആൻസസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഹോമലോഗസ് ഓർഗൻസ് HD ആലോചിക്കാൻ ഞാൻ പറയും, അത് ഡൈവർജന്റ് എവല്യൂഷൻ ആണ്. ഡൈവർജന്റ് എവല്യൂഷൻ. ഇനി അനലോഗസ് ഓർഗൻസ് AC ആലോചിക്കാനാണ് ഞാൻ പറയാറ്. എന്താണ് ഇത്? കൺവർജന്റ് എവല്യൂഷൻ ആണ്. കൺവർജന്റ് എവല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസിലേക്ക് വരാം. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ്, അത് എന്തിന്റെ എക്സാമ്പിൾ ആണടാ? ഇറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് അനലോഗസ് ഓർഗൻസ്. അതായത് പെൻഗ്വിന്റെ ഫ്ലിപ്പർ എടുത്തോ, ഡോൾഫിന്റെ എന്താ പറയാ ഫ്ലിപ്പർ എടുത്തോ. ഇത് രണ്ടും ശരിക്കും സ്ട്രക്ചർ വേറെ വേറെയാ, പക്ഷെ അതിന്റെ രണ്ടിന്റെ ഫംഗ്ഷൻ സിമിലർ ആണ് അല്ലെ. അവർ നീന്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഫോർ ലിംബ് ഓഫ് മാൻ, ചീറ്റ, വെയിൽ, ബാറ്റ്. മാനിന്റെ 2 കൈ, ചീറ്റയുടെ മുന്നത്തെ 2 കാല്, വെയിലിന്റെ ഫ്ലിപ്പർ, ബാറ്റിന്റെ ചിറക്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വിചാരിക്കും ഡിഫറെന്റ് ആണെന്ന് അല്ലേ, പക്ഷെ എല്ലാം സെയിം സ്ട്രക്ചർ ആണ്, സ്ട്രക്ചർ സിമിലർ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കൈയും ചീറ്റയുടെ മുന്നത്തെ കാലും ബാറ്റിന്റെ വിങ്സും ഒക്കെ സ്ട്രക്ചറലി സിമിലർ ആണ്, എല്ലുകളൊക്കെ സെയിം ആണ്. പക്ഷേ മാൻ കൈകൾ പല കാര്യത്തിനും ഉപയോഗിക്കുന്നു, ബാറ്റ് ചിറക് ഉപയോഗിക്കുന്നത് പറക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഫംഗ്ഷൻസ് ഡിഫറെന്റ് ആ. വെയിലിന്റെ 4 ലിംബ് എന്തിനാ? നീന്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. സോ ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. അപ്പൊ അതെന്താണ്? ഹോമലോഗസ് ഓർഗൻസ്. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്. നമുക്കറിയാം ബട്ടർഫ്ലൈക്കും ബേർഡിനും ചിറകുണ്ട്, അത് അവർ പറക്കാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്, ഫംഗ്ഷൻ മാത്രമേ സിമിലർ ഉള്ളൂ. ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് അനലോഗസ് ഓർഗൻസ്. തോൺ ഓഫ് ബൊഗൻവില്ലെ ആൻഡ് ടെൻട്രിൽ ഓഫ് കുക്കുർബിറ്റ. ബൊഗൻവില്ലയിൽ തോൺ എന്തിനാ? ഡിഫെൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കുക്കുർബിറ്റയിലെ ടെൻട്രിൽ എന്തിനാ? ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഫംഗ്ഷൻ ഡിഫറെന്റ് അല്ലേ, പക്ഷെ സത്യം പറഞ്ഞാൽ ഈ മുള്ളെടുത്താലും ഈ വള്ളി എടുത്താലും രണ്ടിന്റെയും സ്ട്രക്ചർ സെയിം ആണ്. സോ അത് എന്തിന്റെ എക്സാമ്പിളാണ്? ഹോമലോഗസ് ഓർഗൻസിന്റെ. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒന്നില്ലെങ്കിൽ എവല്യൂഷൻ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഓർഗൻ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എക്സാമ്പിൾസ് എന്തെങ്കിലും ഒരു ചോദ്യമെങ്കിലും എന്തായാലും വരാറുണ്ട്. 1 മാർക്ക് 2 മാർക്ക് 3 മാർക്കിന് പ്രതീക്ഷിക്കാം. ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഇസ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ? മെൻഷൻ എനി 2 ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, എന്താ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാലും? അതായത് ഒരു പോപ്പുലേഷൻ
ഓക്കെ, ഒരു പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ മുന്നോട്ടേക്ക് എത്ര ജനറേഷനെ ഇനി റീപ്രൊഡ്യൂസ് ചെയ്താലും ആ എല്ലാ ജനറേഷൻ്റെയും അല്ലെങ്കിൽ ആ ഓരോരോ പോപ്പുലേഷൻ്റെയും ജീൻ ഫ്രീക്വൻസി, അലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീൻ പൂൾ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആൻഡ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. നിങ്ങൾ നോക്കുക, ഇത് ഫസ്റ്റ് ജനറേഷനാണ്, ഒരു പോപ്പുലേഷൻ്റെ ഫസ്റ്റ് ജനറേഷനാണ്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം 60 പേര് ടോൾ ഉണ്ടെന്ന് വിചാരിക്കുക, 40 പേര് ഡ്വാർഫ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഫ്രീക്വൻസി എന്താ വരിക? 60/40 ഈസ് ഈക്വൽ ടു 3:2 ആണ് വരിക. ഇവർ റീപ്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെ എന്തുണ്ടായി? സെക്കൻഡ് ജനറേഷൻ ഉണ്ടായി. സെക്കൻഡ് ജനറേഷൻ്റെയും ഫ്രീക്വൻസി എന്ത് തന്നെയായിരിക്കും? 3:2 ആയിരിക്കും. ഇവർ റീപ്രൊഡ്യൂസ് ചെയ്തു, തേർഡ് ജനറേഷൻ ഉണ്ടായി, അവരുടെ ഫ്രീക്വൻസി എന്ത് തന്നെയായിരിക്കും? 3:2 തന്നെയായിരിക്കും. അപ്പം അങ്ങനെ ഒരു പോപ്പുലേഷൻ അല്ലെ എത്ര ജനറേഷൻസ് ഉണ്ടാക്കിയാലും എല്ലാ ജനറേഷൻ്റെയും ആ ഒരു അലീലിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ ജീൻ പൂൾ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, സോ ഇതിനെ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇത് പി ആന്ന് വിചാരിക്കുക, ദിസ് ഇസ് ക്യൂ, അതായത് ക്യാപിറ്റൽ ടി അല്ലെ, അതിൻ്റെത് ഫ്രീക്വൻസി പിയും സ്മോൾ ടി അലീലിന്റെ ഫ്രീക്വൻസി ക്യൂ ആണെന്ന് വിചാരിക്കുക. P + Q = 1. P + Q = 1 ആയിരിക്കും. ഇനിയിപ്പോൾ ഇവരുടെ ഹോമോസൈഗസ് ഹെട്രോസൈഗസ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ P² + 2PQ + Q² = 1 ആയിരിക്കും. ഇതാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? allele and gene frequency in a population will remain constant and equal to 1 from one generation to the next generation. Okay, അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ഈ ഫ്രീക്വൻസിനെ തെറ്റിക്കാം, എഫക്ട് ചെയ്യാം, എന്തൊക്കെ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യാം മെൻഷൻ ചെയ്താൽ മാത്രം മതി. 2 ഫാക്ടേഴ്സ് മെൻഷൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ പക്ഷെ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? മ്യൂട്ടേഷൻ ഈ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യാം, റീകോമ്പിനേഷൻ ഈ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യാം, നാച്ചുറൽ സെലക്ഷൻ ഈ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യാം, പിന്നെയോ ജനറ്റിക് ഡ്രിഫ്റ്റ് ഈ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യാം, ജീൻ ഫ്ലോ അല്ലെങ്കിൽ ജീൻ മൈഗ്രേഷനും ഈ ഫ്രീക്വൻസിനെ എഫക്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതിൻ്റെ ആ ഒരു ഫോർമുല ഉണ്ടാവില്ലേ, അതടക്കം വേണം നിങ്ങൾ ഈ ഭാഗം പഠിക്കാൻ കേട്ടോ. ഇറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. മാച്ച് ദ ഫോളോയിങ്, ഈസി ക്വസ്റ്റ്യൻ ആണല്ലോ. മാച്ച് ദ ഫോളോയിങ്, മാച്ച് ചെയ്തേ. മലേറിയന്റെ പാരസൈറ്റ് ഏതാടാ? പാത്തജൻ ഏതാടാ മലേറിയയുടെ? ദാറ്റ് ഇസ് പ്ലാസ്മോഡിയം വൈവാക്സോ മലേറിയയോ ഫാൽസിപ്പാരോ എന്ത് വേണമെങ്കിലും വരാം. ഫൈലേറിയാസിസ്, ഫൈലേറിയൽ വേം എന്താ? വ്യൂച്ചറേറിയ ബാങ്ക്രോഫ്റ്റി അല്ലെങ്കിൽ വ്യൂച്ചറേറിയ മലായി. കോമൺ കോൾഡ് ഉണ്ടാക്കുന്നത് റൈനോ വൈറസ്. പിന്നെ റിംഗ് വേം, വട്ടച്ചൊറി ഉണ്ടാക്കുന്നത് ആരാ? ഏത് ഫംഗസ് ആണ്? ട്രൈക്കോഫൈറ്റൺ. ഓക്കെ, ട്രൈക്കോഫൈറ്റൺ. സെറ്റ് ആയല്ലോ? യെസ്. എടാ, പ്ലാസ്മോഡിയം ഒരു പ്രോട്ടോസോവൻ ആണ് കേട്ടോ, അതുകൊണ്ട് മലേറിയ ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. വ്യൂച്ചറേറിയ എന്ന് പറയുന്നത് ഒരു വേം ആണ്, ഫൈലേറിയൽ വേം. പിന്നെ ഇതൊരു വൈറസ് ആണ്. ആൻഡ് ട്രൈക്കോഫൈറ്റൺ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. സെറ്റ് ആയല്ലോ? ഇനി മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ടൈഫോയിഡ്. ഇത് ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയ ആണ്. ബാക്ടീരിയ ഏതാണ്? സാൽമോണല്ല ടൈഫി. ഓക്കെ, പിന്നെ അമീബിയാസിസ് ഉണ്ടാക്കുന്നത് ആരാ? അമീബിയാസിസ് എൻറ്റമീബ ഹിസ്റ്റോലിറ്റിക്ക. ഓക്കെ, ഒബ്സർവ് ദ ഡയഗ്രാം. ഒരു മിനിറ്റ് ആണ്, 3 മാർക്കിന്റെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവാറ്? 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. ഓക്കെ. Observe the diagram and answer the following questions. Name the process A and B. Write any 4 difference between A and B. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതായത് ഫസ്റ്റത്തത് എന്താ? സ്പെർമാറ്റോഗോണിയയിൽ നിന്ന് സ്പേം ഉണ്ടായി അല്ലേ? അതെന്താ? സ്പെർമാറ്റോജെനസിസ്. സോ എ സ്പെർമാറ്റോജെനസിസ്. ഇവിടെ ഊഗോണിയയിൽ നിന്ന് ഓവം ഉണ്ടായി. സോ അതെന്താണ്? ഊജെനസിസ് ആണ്. ഓക്കെ, ഊജെനസിസ് ആണ്. സോ നമുക്കറിയാലോ ഇപ്പൊ സ്പെർമാറ്റോഗോണി ആണെങ്കിലും ഊഗോണി ആണെങ്കിലും അതായത് മൈറ്റോസിസ് ആദ്യം നടക്കുന്നു, പിന്നെ മിയോസിസ് 1 മിയോസിസ് 2 അങ്ങനെ എന്തുണ്ടാകും? അതായത് നമ്മുടെ ഗാമീറ്റ്സ് ഉണ്ടാവും. ഇപ്പൊ സ്പെർമാറ്റോഗോണിയ, ഒരു സ്പെർമാറ്റോഗോണിയിൽ നിന്ന് നമുക്ക് 4 സ്പേംസ് ആണ് ഉണ്ടാവുന്നത് കേട്ടോ. ഒരു സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ ഒരു സ്പെർമാറ്റോഗോണിയ, ഓക്കെ, ഒരു സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അങ്ങനെ പറയാം, അതാണ് ബെറ്റർ. ഓക്കെ, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എന്താണ്? ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡ്സ് അല്ലെങ്കിൽ 4 സ്പെർമാറ്റോസോവയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഒന്നിൽ നിന്ന് 4 സ്പേംസ് ഉണ്ടാവുന്നു. പക്ഷെ ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് നമുക്ക് ഒരു ഓവവും 3 പോളാർ ബോഡീസും ആണ് ഉണ്ടാവുക കേട്ടോ. 3 പോളാർ ബോഡീസും ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഡിഫറൻസ് ആണ്. ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേം, ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് ഒരു ഓവവും 3 പോളാർ ബോഡീസും ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? ഇപ്പോൾ നിങ്ങൾ ഊജെനസിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും പോളാർ ബോഡി ഫോർമേഷൻ. പോളാർ ബോഡി ഉണ്ടാവുക എന്തിനു മാത്രമാണ്? ഊജെനസിസിൽ മാത്രമാണ്.
ഓക്കെ, ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ സ്പെർമാറ്റോജെനസിസ്. എന്താ സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് സ്പേം ഫ്രം സ്പെർമാറ്റോഗോണിയ. ഓക്കെ, അതായത് സ്പെർമാറ്റോഗോണിയിൽ നിന്ന് സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് സ്പെർമാറ്റോജെനസിസ് എന്ന് പറയാം. ഊജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഊഗോണിയിൽ നിന്ന് എഗ് ഉണ്ടാവുക അല്ലെങ്കിൽ ഓവം ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഊജനസിസ് എന്ന് പറയുന്നത്. സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ടെസ്റ്റിസിൽ വെച്ചിട്ട്. ഊജനസിസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഓവറിൽ വെച്ചിട്ട്. ഓക്കെ, ഇപ്പൊ സ്പെർമാറ്റോജെനസിസ് നമ്മളടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേജും ടെസ്റ്റിസിന്റെ അകത്ത് വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷെ ഊജനസിസ് ആണെങ്കിലോ, അതായത് മെജോറിറ്റി പാർട്ട് ഓവറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ അതിന്റെ ലാസ്റ്റത്തെ സ്റ്റേജ്, അതായത് നമ്മുടെ സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടാവില്ലേ, ഈ സെക്കൻഡറി ഊസൈറ്റിന് സെക്കൻഡ് മിയോസിസ് നടക്കണമെങ്കിൽ അല്ലെ ആര് വരണം? സ്പേമുമായിട്ട് ആ ഒരു സ്ട്രക്ചർ ഫെർട്ടിലൈസ് ചെയ്യപ്പെടണം. എപ്പോഴാണോ സ്പേം വന്ന് ഫെർട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് സെക്കൻഡറി ഊസൈറ്റിന് സെക്കൻഡ് മിയോസിസ് നടന്നിട്ട് ഓവവും അതേപോലെ തന്നെ സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാകുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, സോ അതിന്റെ ഒരു സ്റ്റേജ് നടക്കുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? ഓവിഡക്റ്റിൽ വെച്ചിട്ടാണ്. കാരണം എവിടെയാണ് ഈ ഓവുലേഷന് ശേഷം ഓവത്തിനെ റിലീസ് ചെയ്യുക? നമ്മുടെ ഓവിഡക്റ്റിലേക്ക്. സ്പെർമാറ്റോജെനസിസ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പക്ഷെ ഊജനസിസ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കാരണം ഇത് എവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നമ്മളെ ഫീറ്റസ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് ടൈമിലാണെന്ന് മാത്രം. സ്പെർമാറ്റോജെനസിസിൽ ഉണ്ടാവുന്ന ഗാമീറ്റ് ആയിട്ടുള്ള സ്പേംസ് അവർ സ്വിം ചെയ്യുന്നുണ്ട് അല്ലെ. കാരണം എന്നാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ഇപ്പം ഇൻസെമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വെജൈനയിൽ നിന്ന്, സെർവിക്സിൽ നിന്ന്, യൂട്രസിൽ നിന്ന് ഓവിഡക്റ്റിലുള്ള സ്പേമിനെ വന്ന് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദേ ആർ മോട്ടൈൽ. പക്ഷേ ഓവമോ, അവർ നോൺ മോട്ടൈൽ ഗാമീറ്റ്സാ അല്ലെ. ഒരിക്കലും ഓവം എന്ത് ചെയ്യുന്നില്ല? ഫീമെയിൽ ബോഡിയിൽ നിന്ന് നീന്തി വന്ന് നമ്മുടെ മെയിൽ ബോഡിയിലേക്ക് ഒന്നും എത്തുന്നില്ല. യെസ്, അപ്പൊ ഇത്രയും തന്നെ നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഓക്കെ, ഈ ഇത്ര പോയിന്റ്സിൽ ഏതെങ്കിലും ഒരു 2-3 പോയിന്റ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അവിടെ കിട്ടും കേട്ടോ. സോ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഐഡന്റിഫൈ ചെയ്യുക ആദ്യം. ഓക്കെ, അപ്പൊ എയും ബി ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്കെങ്കിലും എന്തായാലും കിട്ടും. പിന്നെ 4 ഡിഫറൻസ്. 4 ഡിഫറൻസ് ചോദിക്കുന്നുണ്ട് അല്ലേ. എടാ അപ്പൊ 3 ഡിഫറൻസ് എഴുതിയാൽ പോരട്ടോ, ഞാനത് കണ്ടില്ല. 4 ഡിഫറൻസ് തന്നെ എഴുതണം. ഇപ്പൊ പറ 4 ഡിഫറൻസ് എഴുതാം. 1, സ്പേം ഉണ്ടാവുന്ന പ്രോസസ്സ് സ്പെർമാറ്റോജെനസിസ്, ഓവം ഉണ്ടാവുന്ന പ്രോസസ്സ് ഊജനസിസ്. സ്പെർമാറ്റോജെനസിസ് ടെസ്റ്റസിൽ നടക്കുന്നു, ഊജനസിസ് ഓവറിൽ നടക്കുന്നു. എല്ലാ സ്റ്റേജസും ടെസ്റ്റസിൽ കംപ്ലീറ്റ് ആവും ഇൻ സ്പെർമാറ്റോജെനസിസ്. പക്ഷേ ഊജനസിസ് ആണെങ്കിൽ കുറച്ച് സ്റ്റേജ് ഓവറിൽ, കുറച്ച് സ്റ്റേജ് ഓവിഡക്റ്റിൽ. സ്പെർമാറ്റോജെനസിസ് കണ്ടിന്യൂസ് പ്രോസസ്, ഊജനസിസ് ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്. പകുതി ഫീറ്റസ് ആയിട്ട് നടക്കും, ബാക്കിയൊക്കെ ലൈഫ് ടൈമിൽ നടക്കും. സ്പെർമാറ്റോജെനസിസിലൂടെ ഉണ്ടാവുന്ന സ്പേംസ് മോട്ടൈൽ ഗാമീറ്റ്സ്. പക്ഷെ ഓവം എന്ന് പറയുന്നത് എന്താണ്? നോൺ മോട്ടൈൽ ഗാമീറ്റ്. ഇത്രയും എഴുതിയാൽ മതി. എക്സ്പാൻഡ് ദ ഫ്ലോയിങ് ആൻഡ് എക്സ്പ്ലെയിൻ എനി വൺ ഓഫ് ദം. ഓക്കെ, സോ ഇതെന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. IUI എന്താ? IUI എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷനെയാണ് നമ്മൾ IUI എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ഇത് ഇൻവൈവോ ഫെർട്ടിലൈസേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. ജിഫ്റ്റ് എന്താ? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ജിഫ്റ്റ് എന്താ? ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. MTP എന്താണ്? എബോഷന്റെ മറ്റൊരു പേരാണ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. എന്താ IUI? ഞാൻ 4 പറഞ്ഞുതരാം. ഓക്കെ, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പം നമ്മുടെ യൂട്രസ് ഉണ്ടാവില്ലേ, ഈ യൂട്രസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്തിട്ടുള്ള സ്പേമിനെ ആർട്ടിഫിഷ്യലി നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്തു? സ്പേമിനെ കളക്ട് ചെയ്തു. ആ സ്പേമിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് എങ്ങോട്ടേക്ക് ഇൻസെമിനേറ്റ് ചെയ്ത് കൊടുക്കും? നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മുടെ യൂട്രസിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പം ഗാമീറ്റിനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫീമെയിൽ ബോഡിയുടെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. സോ അത് ഇൻവൈവോ ഫെർട്ടിലൈസേഷൻ ആണ്. കാരണം ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ആഫ്റ്റർ ദിസ് ഇൻ ദ ഫീമെയിൽ ബോഡി. ജിഫ്റ്റ് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. എന്താ സംഭവം? അതായത് നമുക്ക് എന്തുണ്ട്? ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ ലബോറട്ടറി കണ്ടീഷനിൽ നല്ല സ്പേമിനെയും ഓവത്തിനെയും ഫെർട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ സൈഗോട്ട് ഉണ്ടാക്കും. സൈഗോട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് ക്ലീവേജ് സംഭവിക്കും. എന്നിട്ട് കുറച്ച് ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ഒരു സ്റ്റേജ് ആയിട്ട് മാറും അല്ലെ. അതായത് 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ഒരു കുഞ്ഞ് ഏർലി എംബ്രിയോ ആയിട്ട് മാറും. ഈ ഏർലി എംബ്രിയോനെ നമ്മൾ എന്ത് ചെയ്യും? ഫെലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ബാക്കി ഡെവലപ്മെന്റ് ഒക്കെ നോർമൽ ആയിട്ട് തന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ നടന്നോളൂ കേട്ടോ. ഓക്കെ, അതിനെയാണ് നമ്മൾ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇൻ കേസ് ഒരു സ്ത്രീക്ക് ഓവം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അപ്പൊ അവർ ഹെൽത്തി ഡോണറിൽ നിന്ന് എന്ത് കളക്ട് ചെയ്യും? ഓവം കളക്ട് ചെയ്യും അല്ലെ. ഓവത്തിനെ, അതായത് ഗാമീറ്റിനെ കളക്ട് ചെയ്യും. അപ്പൊ എന്നിട്ട് ഈ ഗാമീറ്റിനെ എന്ത് ചെയ്യും? നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ആ ഗാമീറ്റ്, അതായത് ഓവത്തിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അത് ജിഫ്റ്റ് ആണ്, ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അതും ഇൻവൈവോ ഫെർട്ടിലൈസേഷൻ ആണ് കേട്ടോ. പക്ഷെ ഇവിടെ ജിഫ്റ്റ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷനാ.
കാരണം എന്താ, ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ ഫീമെയിൽ ബോഡി. അതായത് ലാബിൽ വെച്ചിട്ടാണ് ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ജിഫ്റ്റിൽ ഇപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഓവം കളക്ട് ചെയ്തിട്ട് ഫീമെയിൽ ബോഡീന്റെ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് കൂടി ചെയ്യാൻ പറ്റും, സ്പേമും ഓവും സൈമൾട്ടേനിയസ് ആയിട്ട് ഫാലോപ്പിയൻ ട്യൂബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ വെച്ച് ഫെർട്ടിലൈസേഷനും പിന്നെ നോർമൽ സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസി നടക്കുന്നു. MTP എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതായത് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 12 ആഴ്ചയൊക്കെ എത്തുമ്പോഴേക്ക് നമ്മൾ വിചാരിക്കുകയാണ് കുഞ്ഞു വേണ്ട അല്ലെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ലീഗലി തന്നെ ഒരു ഡോക്ടറിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും, ഈ ഒരു കുഞ്ഞി എംബ്രിയോനെയും പിന്നെ പ്ലാസന്റേനെയും ഒക്കെ നമ്മൾ നമ്മുടെ യൂട്രസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ MTP എന്ന് പറയാം കേട്ടോ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇൻഡ്യൂസ്ഡ് അബോർഷൻ ആണ് അത് സംഭവം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ യൂക്കാരിയോട്സ് HNRNA, അതായത് ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA അല്ലെ, പ്രിക്കേഴ്സർ ഓഫ് mRNA അണ്ടർഗോ പ്രോസസിംഗ് ലൈക്ക് സ്പ്ലൈസിംഗ്, ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്. എക്സ്പ്ലെയിൻ സ്പ്ലൈസിംഗ്, ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്. ഓക്കെ, യുക്കാരിയോട്സിന്റെ ഒരു പ്രത്യേകതയാണ് ഇത് കേട്ടോ. യുക്കാരിയോട്സ് നോക്കിക്കണം മക്കളെ, യുക്കാരിയോട്സിൽ ഇത് യുക്കാരിയോട്ടിക് സെല്ലാണ് കേട്ടോ, ഇത് യുക്കാരിയോട്ടിന്റെ സെല്ലാണ്. അപ്പൊ യുക്കാരിയോട്ടിക് സെൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡബിൾ സ്ട്രാൻഡഡ് DNA എന്ത് നടക്കും, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു. എന്നിട്ട് ഉണ്ടാക്കുന്നത് HNRNA-നെയാണ്. എന്ത് RNA-നെയാണ്? HNRNA-നെയാണ്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് mRNA അല്ല. ഓക്കെ, അപ്പൊ HNRNA-യുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്പ്രസ്ഡ് സീക്വൻസും ഉണ്ടാകും, അതുപോലെ തന്നെ എന്താ പറയുക അൺഎക്സ്പ്രസ്ഡ് സീക്വൻസും ഉണ്ടാകും. അതായത് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാക്കാൻ പറ്റുന്ന സീക്വൻസും അല്ലാത്ത സീക്വൻസും ഉണ്ടാകും. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട സീക്വൻസ് ആണ് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കാരണം ഇതൊക്കെ എന്താ എക്സ്പ്രസ്ഡ് സീക്വൻസ് ആണ് കേട്ടോ. എന്താണ് എക്സ്പ്രസ്ഡ് സീക്വൻസ്? ഇറ്റ് കംസ് ഇൻ ദി പ്രോസസ്ഡ് mRNA. ഈ എക്സ്പ്രസ്ഡ് സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സോൺസ്. എന്താണ് വിളിക്കുക? എക്സോൺസ്. പക്ഷെ ഇവിടെ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ, ഇത് നോക്കിക്കേ, ഇതെല്ലാം എന്താണ്? ഇതൊക്കെ നമ്മുടെ പ്രോസസ്ഡ് mRNA വരാത്ത ഭാഗം, കാരണം അവർക്ക് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാക്കാൻ പറ്റില്ല. സോ ദേ ആർ അൺഎക്സ്പ്രസ്ഡ് സീക്വൻസ്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോൺസ്. ഓക്കെ, ഇൻട്രോൺസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇവർക്ക് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തുക, അതായത് HNRNA-ക്ക് മോഡിഫിക്കേഷൻസ് നടക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ്. ട്രാൻസ്ക്രിപ്ഷന് ശേഷം HNRNA-യിൽ നടത്തുന്ന ചില മോഡിഫിക്കേഷൻസ് എന്തിനു വേണ്ടിയിട്ടാ? mRNA ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ്. ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസിന്റെ ഭാഗമാണ് സ്പ്ലൈസിങ്ങും ടെയിലിങ്ങും അതുപോലെ തന്നെ ക്യാപ്പിങ്ങും ഒക്കെ. അങ്ങനെ ഇതിന് ശേഷം നമുക്ക് അവസാനം എന്താ കിട്ടുന്നത്? നമുക്ക് mRNA കിട്ടും. എന്ത് കിട്ടും? mRNA വിത്ത് ഓൺലി എക്സോൺസ് mRNA കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ഈ ഓരോ സ്റ്റെപ്പും എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് സ്പ്ലൈസിങ്, എന്താണ് ക്യാപ്പിംഗ്, എന്താണ് ടെയിലിംഗ്. മക്കളെ നോക്കിക്കേ, ഇങ്ങനെയാണ് നമ്മുടെ HNRNA ഇരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് എക്സോൺസ് ആൻഡ് ദിസ് ഇസ് ഇൻട്രോൺസ്. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേജ് ആണ് ക്യാപ്പിംഗ്. എന്താണ് ക്യാപ്പിംഗ്? ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ 5' എൻഡ് ഉണ്ടാവില്ലേ, ഈ 5' എൻഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? 7-methyl guanine ആഡ് ചെയ്ത് കൊടുക്കും. എന്താണ്? 7-methyl guanine ആഡ് ചെയ്ത് കൊടുക്കും. ഇതിനെയാണ് നമ്മൾ ക്യാപ്പിംഗ് എന്ന് പറയാം. ഇതാണ് ക്യാപ്പിംഗ്. അതായത് 5' എൻഡിലേക്ക് നമ്മൾ 7-methyl guanine ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി എന്താ ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ 3' എൻഡ് ഉണ്ടാവില്ലേ, ഈ 3' എൻഡിലേക്ക് നമ്മൾ ഒരു 200 മുതൽ 300 വരെ എഡിനോസിൻ റെസിഡ്യൂസിന് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എഡിനോസിൻ റെസിഡ്യൂസിന് ആഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് പോളി എഡിനൈലേഷൻ. ഓക്കെ, പോളി എഡിനൈലേഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പോളി എഡിനൈലേറ്റ് ടെയിൽ കിട്ടും. ഓക്കെ, പോളി എഡിനൈലേറ്റ് ടെയിൽ കിട്ടും. ഒന്നുമില്ല, 3' എൻഡിലേക്ക് നമ്മൾ 200 മുതൽ 300 എഡിനോസിൻ റെസിഡ്യൂസിന് ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമുക്കൊരു പോളി എഡിനൈലേറ്റ് അല്ലെങ്കിൽ പോളി എ ടെയിൽ കിട്ടുന്നു. അടുത്തതാണ് നമ്മുടെ സ്പ്ലൈസിങ് അല്ലെ. സ്പ്ലൈസിങ് എന്താ? സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ സ്പ്ലൈസിസോം യൂസ് ചെയ്തിട്ട്, എന്താണ്? സ്പ്ലൈസിസോം യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കാണുന്ന ഇൻട്രോൺസിനെ അങ്ങ് എടുത്ത് ഒഴിവാക്കും, കട്ട് ചെയ്ത് അങ്ങ് ഒഴിവാക്കും. സ്പ്ലൈസിസോം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻട്രോൺസിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇത് മൂന്നും കഴിഞ്ഞാൽ നമുക്ക് അവസാനം എന്ത് കിട്ടും? ഒരു mRNA കിട്ടും. എന്ത് കിട്ടും? mRNA കിട്ടും വിത്ത് ഓൺലി എക്സോൺസ്. ഇവിടെ എന്താ? ക്യാപ്പ്, ഇവിടെ എന്താ? ടെയിൽ. ഓക്കെ, ദിസ് ഈസ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ്. ഓക്കെ, ഇതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ 3 മാർക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ക്യാപ്പിംഗ് 5' എൻഡിലേക്ക് 7-methyl guanine ആഡ് ചെയ്യുക. ടെയിലിംഗ് 3' എൻഡിലേക്ക് 200 to 300 എഡ്നോസിൻ റെസിഡ്യൂസിന് ആഡ് ചെയ്ത് കൊടുക്കുക.
സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ സ്പ്ലൈസിസോം യൂസ് ചെയ്തിട്ട് ഇൻട്രോൺസിനെ അങ്ങ് റിമൂവ് ചെയ്യുക. ഓക്കെ, യെസ്. And the last question. Okay, last question ആണ്. Observe the diagram and answer the following. Identify the process name to enzymes and their role in this process. എന്താണിത്? This is DNA replication അല്ലേ? ഈ തന്നിരിക്കുന്നത് എന്താണ്? DNA replication ആണ്. അപ്പോൾ DNA replicationലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻസൈംസ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ളൊരു DNA മോളിക്യൂൾ ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യണം, എന്നാലേ റെപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ. എന്നാലേ ഈ സ്ട്രാൻഡുകൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് പുതിയ DNA സ്ട്രാൻഡ്സിനെ ഉണ്ടാക്കുന്നുള്ളൂ ത്രൂ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ്. ഓക്കെ, അപ്പൊ DNA ഓപ്പൺ ചെയ്യണ്ടേ, അല്ല അൺവൈൻഡ് ചെയ്യണ്ടേ? ഇത് നടക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടിന്റെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം കാരണമാണ്. ഈ ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം എന്താ ചെയ്യുക? ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം അതായത് നമ്മൾ DNA എന്ത് ചെയ്യും? ഇങ്ങനെ ഓപ്പൺ ചെയ്യും. പിന്നെ നോക്കിക്കേ, നമുക്കറിയാം നമ്മൾ എന്താ പറയാ, ഡബിൾ സ്ട്രാൻഡഡ് DNA ഈ ഓരോ സ്ട്രാൻഡും ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെ? ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നു, എന്നിട്ട് കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് വഴി നമുക്ക് പുതിയ DNA സ്ട്രാൻഡ്സ് ഉണ്ടാവുന്നു. പക്ഷെ അതിൽ ഒരു ഭാഗത്ത്, കാരണം നമുക്കറിയാം പുതിയ DNA ഉണ്ടാവുന്നത് 5' to 3' ഡയറക്ഷനിലാണ്. അപ്പൊ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എങ്ങനെയായിരിക്കും? 3' 5' ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ ഇതിൽ ഒരു സ്ട്രാൻഡിന് നടക്കുന്നത് കണ്ടിന്യൂസ് സിന്തസിസ് ആണ്. ഒരു ഭാഗത്ത് കണ്ടിന്യൂസ് സിന്തസിസ് ആണ്, കാരണം പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുന്നത് ടുവേർഡ്സ് ദ റെപ്ലിക്കേഷൻ ഫോർക്ക്. ഓക്കെ, കണ്ടിന്യൂസ് സിന്തസിസ്. തൊട്ടടുത്ത ഭാഗത്തോ എവേ ഫ്രം ദ റെപ്ലിക്കേഷൻ ഫോർക്ക് ആണ് എന്തുണ്ടാവുന്നത്? പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഇസ് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ്. ഇതെന്താണ്? ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ആണ്. കണ്ടിന്യൂസ് സിന്തസിസിലൂടെ നമുക്ക് ഉണ്ടായത് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് ആണ്, അത് ലീഡിങ് സ്ട്രാൻഡ് ആണ്. ഓക്കെ, ലീഡിങ് സ്ട്രാൻഡ് ആണ്. ഈ ലീഡിങ് സ്ട്രാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ഒരൊറ്റ RNA പ്രൈമറിനെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസിലൂടെ ഉണ്ടാകുന്ന പുതിയ സ്ട്രാൻഡ് ലാഗിങ് സ്ട്രാൻഡ് ആണ്. എന്ത് സ്ട്രാൻഡ് ആണ്? അവിടെ ലാഗിങ് സ്ട്രാൻഡ് ആണ്. കാരണം അവിടെ കുറേ തവണ നമ്മൾ RNA പ്രൈമറിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുന്നത് എവേ ഫ്രം റെപ്ലിക്കേഷൻ ഫോർക്ക് ആണ്. സോ കുറേ RNA പ്രൈമറിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ റെപ്ലിക്കേഷന്റെ അവസാനം നമ്മൾ എന്താ ചെയ്യുക? RNA പ്രൈമറിനെ എടുത്ത് ഒഴിവാക്കണം. അപ്പം ലീഡിങ് സ്ട്രാൻഡിൽ നിന്ന് RNA പ്രൈമറിനെ ഒഴിവാക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു DNA സ്ട്രാൻഡ് കിട്ടും. പക്ഷെ ലാഗിങ് സ്ട്രാൻഡിൽ നിന്ന് നമ്മൾ RNA പ്രൈമറിനെ ഒഴിവാക്കുമ്പോൾ നമുക്ക് കുറെ ഗ്യാപ്പ് കിട്ടും. ഓക്കെ, കുറെ ഗ്യാപ്പ് കിട്ടും. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഫ്രാഗ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് ഇതിനെ ഒരു സിംഗിൾ സ്ട്രാൻഡ് ആക്കി മാറ്റണം. അതായത് ഒരു സ്ട്രാൻഡ് ഓഫ് DNA ആക്കി മാറ്റണം, അല്ലേ? ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് എൻസൈമിനെ യൂസ് ചെയ്യുന്നത്? DNA ലിഗേസ്. ഏതാണ്? DNA ലിഗേസ്. സെറ്റായാലും അപ്പോൾ 2 എൻസൈംസിനെ കുറിച്ച് നിങ്ങളിവിടെ പറഞ്ഞാൽ മതി. അപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഹെലിക്കേസ് DNA അൺവൈൻഡ് ചെയ്യും അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യും ഫോർ DNA റെപ്ലിക്കേഷൻ. ലിഗേസ് എന്ന് പറയുന്നത് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ പരസ്പരം ജോയിൻ ചെയ്യും. ഇത് കൂടാതെ നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെ നടക്കാൻ കാരണം, അല്ലെങ്കിൽ പുതിയ സ്ട്രാൻഡിനെ എന്താ പറയുക സിന്തസൈസ് ചെയ്യുന്നത്, ന്യൂക്ലിയോടൈഡുകൾ 3' എൻഡിൽ ഇങ്ങനെ ആഡ് ആവുന്നതിനനുസരിച്ച് പുതിയ സ്ട്രാൻഡിനെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നില്ലേ? അതാരാണടാ? അത് DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഓക്കെ, DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് RNA പ്രൈമേസ് എഴുതാം, കാരണം RNA പ്രൈമറിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് RNA പ്രൈമേസ് ആണ് കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പൊ ഏത് എൻസൈമ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 3 മാർക്കിന്റെ ചോദ്യം കറക്റ്റായിട്ട് എഴുതിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇറ്റ് വാസ് വെരി ഈസി, അല്ലേ? ഇതുപോലെ ഈ തവണയും നിങ്ങൾക്ക് ഈസി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കിട്ടട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓഫ് 2022 ഇവിടെ കഴിയാണ്. അപ്പോൾ ബോട്ടണിയിലും സുവോളജിയിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സിന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, എവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലേ, എങ്ങനെ ആൻസർ ചെയ്യണം, ആ പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റായല്ലോ. എടാ മക്കളെ, നോക്കിക്കേ, നിങ്ങളോട് ചെറിയ കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ VDPP എന്താ സംഭവം? നമ്മുടെ വേദാന്തു നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു പുതിയ കാര്യമാണ്. വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്. അതായത് ഇപ്പൊ ഇന്ന് നിങ്ങൾ ഈ ഒരു സെഷൻ കണ്ടല്ലോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു ക്വിസ് പോലെ നിങ്ങളുടെ മുന്നിലേക്ക് തരും. ഓക്കെ, ആ ക്വിസ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ക്വിസ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതായിരിക്കും ഫ്രം ദ ടോപ്പിക് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ കണ്ടന്റ് നോളജ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സെൽഫ് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മിസ് ചെയ്യരുത്. നമ്മുടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ സെഷൻസിലും നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് എന്താ പറയാ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് തന്നെ ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്കുള്ള വിവരം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും യൂട്ടിലൈസ് ചെയ്യാം.
ഓക്കെ, സോ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഒക്കെ കിട്ടണമെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. QR കോഡും ലിങ്കും ഞാൻ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ടെലഗ്രാമിൽ കയറുക, വേദാന്ത മലയാളം അടിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് ഗ്രൂപ്പ് കിട്ടും. എടാ മക്കളെ, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്? അതായത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്നുള്ള ഇഷ്ടംപോലെ സെഷൻസ് നമ്മൾ തരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ സെഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡെയിലി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കണ്ടന്റ് നോളജ് കിട്ടി, നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് എത്രത്തോളം ക്ലിയർ ആയി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡെയിലി ബേസിസിൽ ഞങ്ങൾ എടുക്കുന്ന എല്ലാ സെഷൻസിന്റെയും നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീക്ക്ലി ക്വിസും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീക്ക്ലി ക്വിസ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല അല്ലേ? അതുകൊണ്ട് എന്തായാലും ജോയിൻ ചെയ്യണം. പിന്നെ വീക്ക്ലി ലൈവ് ഉണ്ട്. അതായത് ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ എന്തായാലും ലൈവ് തരുന്നതായിരിക്കും. അതും ഓൾട്ടർനേറ്റീവ് ആയിട്ട്. അതായത് ഇപ്പം ഇന്ന് ലെറിൻ മാം ആണെങ്കിൽ അല്ലെ, ഈ ഒരു വീക്കിൽ ലെറിൻ മാം ആണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ഷിബില മാം, പിന്നെ അഞ്ജന മാം, പിന്നെ ഞാൻ, അതായത് അശ്വിനി മാം, ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഞങ്ങൾ മാറി മാറി ലൈവ് തരുന്നതായിരിക്കും. എവിടെയാണ്? ടെലഗ്രാം ഗ്രൂപ്പിൽ. ഓക്കെ, ആൻഡ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇഷ്ടംപോലെ അസൈൻമെന്റ്സും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഓഫേഴ്സ് നഷ്ടപ്പെടുത്താൻ പാടുണ്ടോ? നഷ്ടപ്പെടുത്താൻ പാടില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് വേദാന്തു മലയാളം ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഓക്കെ, സോ QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊന്നും മിസ്സാവാതിരിക്കാൻ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. ആൻഡ് മക്കളെ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് മുന്നിൽ ഞങ്ങൾ തരുന്നത്. അതായത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 2022 ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടേ അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കൂടെ ഇഷ്ടംപോലെ കുട്ടികൾ എക്സാം എഴുതുന്നില്ല. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യുക? മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടൊക്കെ പറയുക. അതായത് എന്താ പറയാ, തിയറി മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും എക്സാം എഴുതാൻ പോകുന്നതിന് തൊട്ട് മുന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മറിച്ച് നോക്കി പാറ്റേണും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് കേട്ടോ. ഓക്കെ, ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂടി പറയുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോ? പുതിയ കുട്ടികളാണോ? അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എടാ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങളിപ്പോൾ എന്തായാലും സെറ്റായിട്ട് പഠിച്ച് ഇപ്പോൾ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. പേടിയൊന്നും വേണ്ട, ടെൻഷനൊന്നും വേണ്ട. സിമ്പിളായിട്ട് പോയിട്ട് എക്സാം എഴുതുക. ടൈം മാനേജ് ചെയ്തിട്ട് എക്സാം എഴുതുക. നിങ്ങൾക്ക് എന്തായാലും എക്സാം ഈസി ആയിരിക്കും. ഫുൾ A+ അല്ല, ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. ബയോളജിയിൽ എന്തായാലും ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, യെസ്, ബി കോൺഫിഡൻറ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാൻ. ടിൽ ദെൻ ടാറ്റാ.